തീർക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം ഇന്ന് സിനോണിംസ് ആൻഡ് ആന്റണിംസ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതിലാകെ ഏറ്റവും ടഫായിരിക്കുന്ന സംഗതി സിനോണിംസ് ആൻഡ് ആന്റണിംസ് ആണ്. കുറച്ച് കട്ടിയുള്ള വാക്കുകളുണ്ട്, അതാണ് ടഫ് എന്ന് പറയാം. കാരണം ബാക്കിയുള്ളത് കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങൾ ബേജാറാവണ്ട, വേർഡ് ആവർത്തിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സംഗതി നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ റിമൈൻഡർ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അഫ്ലുവൻസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഓരോ പാഠത്തിന്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തു പോയ വേർഡാണ് അഫ്ലുവൻസ്. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഇത് ശരിക്കും റിവിഷൻ ആണ്. അഫ്ലുവൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മേരി? സമൃദ്ധി, ആധിക്യം. വെരി ഗുഡ്. ആ കാറ്റഗറിയിൽ വരുന്ന കുറെ വാക്കുകളുണ്ട്, അതിന്റെ സിനോണിംസ് ആയിട്ട് വരുന്ന ഓരോന്ന് വായിച്ചേ. അബണ്ടൻസ്, വെൽത്ത്, റിച്ച്നെസ്, പ്രോസ്പെരിറ്റി, പ്ലെന്റി, പ്ലത്തോറ, ഓക്കെ, ഓപ്പുലൻസ്, ഫോർച്യൂൺ, ലൂക്കർ എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത്, ധനം എന്നർത്ഥമാണ് ലൂക്കറിനുള്ളത്. ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ മേരി, ഭാഗ്യം അല്ലെ? ഒപ്പുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ധനം, സമ്പത്ത്, ഓക്കെ എന്നൊക്കെയാണ്, സമൃദ്ധി. എങ്ങനെയാ? ഇത് നേരത്തെ തന്നെയല്ലേ? നേരത്തെ തന്നാണ്, അതാ ഞാൻ പറഞ്ഞത്. ജസ്റ്റ് റിവിഷൻ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. യെസ്. അപ്പോ ഓക്കെ മേരി, ഇത്രയും വാക്കുകൾ സിനോണിംസിൽ ഏതെങ്കിലും ടഫായിട്ട് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും? അബണ്ടൻസ്, വെൽത്ത്, ഇതൊക്കെ പരിചയമുള്ള വാക്കല്ലേ? അബണ്ടൻസ്, വെൽത്ത്, റിച്ച്നെസ്, പ്രോസ്പെരിറ്റി ഒക്കെ കേട്ടിട്ടുള്ളതല്ലേ? ഇല്ല സർ. ഒന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലല്ലോ? ഇല്ല. ഉള്ളതിൽ കുറച്ചൊരു കട്ടിയുള്ളത് ഏതാ മേരി? ഒരു ലൂക്കർ ഉണ്ട്, അല്ലേ? ഓക്കെ, ഓപ്പുലൻസ്. ഓക്കെ, താങ്ക്സ് ലോട്ട്. നസീറ, ഈ നസീറ എന്നോട് ചോദിക്കുക, അഫ്ലുവൻസ്, ആധിക്യം എന്ന ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, അഫ്ലുവൻസിന്റെ ഫാമിലിയിൽ വരുന്ന, ഇതില് ഏതൊക്കെയാ സിനോണിംസ്? ഒന്ന് സ്പീഡിൽ വായിച്ചാ നസീറ. സിനോണിംസ്: abundance, wealth, richness, prosperity, plenty, plethora, opulence, fortune, ലൂക്കർ. ഈ ഇത്രയും വാക്കുകൾ ഏത് പുതുതായിട്ട് കേൾക്കുന്ന വേർഡ് ഉണ്ട് നസീറയ്ക്ക്? ഇല്ല, സാറ് നേരത്തെ എടുത്തതുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്നാലും വെറുതെ ഒന്ന് പറ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാക്ക് ലൂക്കറാണ്. ഒപ്ലുവൻസ് ആൻഡ് ലുക്കർ എന്നുള്ളത്. ലൂക്കർ. ഓപ്പുലൻസിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറ. OPULENCE. OPULENC, ഒപ്യുലെൻസ് അല്ലേ? ഒരു ലെൻസ് ഒക്കെ അതിന്റെ അകത്ത് ഉണ്ട് അല്ലെ? ഒപ്പുലെൻസ് അല്ലേ? ഓക്കെ. ലൂക്കർ എന്ന് പറയുമ്പോ സ്പെല്ലിങ് LUCRE. ഈ ഏക്കർ കണക്കിന് സ്ഥലം ഉള്ള ആൾക്കാരൊക്കെ ലൂക്കറാണ്. ലൂക്കർ അല്ലെ? ഭയങ്കര സമ്പത്തുള്ള ആൾക്കാരാണ്. ഏക്കർ, ലൂക്കർ അല്ലെ? ഓർത്തിരിക്കാൻ സുഖല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. കാരണം എന്താ, ഇനി പരീക്ഷയ്ക്ക് വാക്ക് വരുമ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിനാ ഞാനിങ്ങനെ വീണ്ടും ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്, താങ്ക് യു. മേരി, എന്താണ് മേരി? സോറി, മേരി അല്ല, സൂര്യ. എന്താണ് സൂര്യ? അഫ്ലുവൻസിന്റെ മീനിങ് എന്താണ് സൂര്യ? സമൃദ്ധി, ആധിക്യം. ഇങ്ങനെ ധാരാളമുള്ള അവസ്ഥ അല്ലെ? ഓക്കെ. ആകാശത്തേക്ക് നോക്കിയിട്ട് ഞാൻ പറയാണ്, പ്ലത്തോറ ഓഫ് സ്റ്റാർസ് ആർ ദേർ ഓൺ ദ സ്കൈ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ സർ? ആകാശത്ത് നോക്കിയിട്ട് ഞാൻ പറയാണ്, there are plethora of stars, നക്ഷത്രങ്ങൾ. പ്ലത്തോറ ഓഫ് സ്റ്റാർസ് അങ്ങനെ പറഞ്ഞ എന്താ മനസ്സിലാക്കുക? അവിടെ ആകാശത്ത് ഒരുപാട് പ്ലത്തോറ ഓഫ് സ്റ്റാർസ് ഉണ്ടെന്നില്ല. അപ്പൊ പ്ലത്തോറ ഇനി മറക്കോ? ഇല്ല സർ, മറക്കാൻ പാടില്ല. ഓക്കെ. എന്റെ ആന്റണിയുമായിട്ട് വരുന്ന വാക്ക് സ്വാഭാവികമായും ദാരിദ്ര്യം ആയിരിക്കുമല്ലോ സൂര്യയെ? ദാരിദ്ര്യത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? പോവേർട്ടി. അപ്പൊ അഫ്ലുവൻസിന്റെ ഓപ്പോസിറ്റ് എന്താ? പോവേർട്ടി. അബണ്ടൻസിന്റെ ഓപ്പോസിറ്റ് എന്താ? പോവേർട്ടി. വെൽത്തിന്റെ ഓപ്പോസിറ്റ് എന്താ?
റിച്ച്നെസിന്റെ ഓപ്പോസിറ്റ് എന്താ? പോവേർട്ടി. പ്രോസ്പെരിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താ? പ്രോസ്പെരിറ്റിന്റെ അതേപോലെ ഒരു വേർഡ് ഇല്ലായിരുന്നോ സർ? എല്ലാം പോവേർട്ടി കേട്ടോ. പ്ലെന്റി, Prosperity. പ്ലതോറ, ഓപ്പുലൻസ്, ഫോർച്യൂൺ, ലൂക്കറിന്റെ ഒക്കെ ഓപ്പോസിറ്റ് വേർഡ് പോവേർട്ടി. ഓക്കെ, ഓക്കെ സർ. സ്കേഴ്സിറ്റി അതിന്റെ കൂടെ വരും, ഓപ്പോസിറ്റ് ആണ്. ദാരിദ്ര്യം. പെന്യൂറി, ഇൻഡിജൻസ്. ഇൻഡിജൻസ് അല്ലേ? ഇൻഡിജൻസ് ഒരിക്കലും തെറ്റിപ്പോവരുത്. വേറൊരു വേർഡ് ഉണ്ട്, ഇൻഡിജീനിയസ്. ഇൻഡിജീനിയസ്. ഓക്കെ, ഇൻഡിജനസ്. ഇൻഡിജനസ് എന്ന് പറഞ്ഞാല് തദ്ദേശീയമായ. ഓക്കെ, നേറ്റീവ് എന്താണ്? നേറ്റീവ്. മറക്കരുത്, ഇത് രണ്ടും പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ രണ്ടും വരും, മാറിപ്പോകരുത്. ഇൻഡിജൻസ്, ഇൻഡിജനസ്. ഗോട്ട് ഇറ്റ്? യെസ് സർ. ഇൻഡിജനസിന്റെ സ്പെല്ലിംഗ് INDIGENOUS അല്ലേ? ഇൻഡിജനസ്. ഓക്കെ. ലാക്ക്, ഡെർത്ത്. ഡെർത്ത് എന്ന് പറഞ്ഞ പഞ്ഞം, ദുർഭിക്ഷം. ഓക്കെ, യെസ്, ഗുഡ്. ഓക്കെ, താങ്ക് യു. സോ ഐ റിക്വസ്റ്റ് മേരി, ഏതൊക്കെയാണ് അഫ്ലുവൻസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്? പോവർട്ടി, സ്കേഴ്സിറ്റി, പെന്യൂറി, ഇൻഡിജൻസ്, ലാക്ക്, ഡെർത്ത്. വെരി ഗുഡ്. ഓക്കെ. സോ മിസ്റ്റർ ആദം, ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞത് സിനനിം ഓഫ് പ്ലതോറ. പ്ലതോറയുടെ സിനനിം എന്താണ്? ആദം കേൾക്കുന്നില്ല? അബണ്ടൻസ്. ഓപ്ഷൻ ബി അല്ലേ? ധാരാളമുള്ള അവസ്ഥയാണ് പ്ലതോറ അല്ലേ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൂടി പറഞ്ഞ ആദം. പ്രോസ്പെരിറ്റി. The meaning of പ്രോസ്പെരിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അബണ്ടൻസ് അല്ലേ? ബാക്കി അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ നസീറിനോട് ചോദിക്കാം. നസീറ, the meaning of the word affluent. Rich. affluent എന്ന് പറഞ്ഞാൽ റിച്ച് അല്ലേ? ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. ഇനി മറക്കൂലല്ലോ affluent വന്നാല്? ഇല്ല. ഓക്കെ, ഇത് കൊല്ലം ഏതാ? 1997 ചോദിച്ചാട്ടോ. ഓക്കെ, 97 ജനിച്ചിട്ടുണ്ടോ നസീറ? ഇല്ല. ഓക്കെ, അപ്പൊ അഫ്ലുവന്റ്, പേഷ്യൻസ് ഗോ ടു ദ ഹോസ്പിറ്റൽ. അപ്പൊ അഫ്ലുവന്റ്, ഇതിന്റെ ആൻസർ പറയാൻ നസീറ? ഇവിടെ ചോദ്യം ശരിക്കും നോക്കണേ. എന്താ ചോദിച്ചിട്ടുള്ളേ? ഓപ്പോസിറ്റാ ചോദിച്ചല്ലേ? ആന്റണിം അല്ലേ? അപ്പൊ ഇവിടെ പൂവർ ആണ്. ഓപ്ഷൻ. താങ്ക് യു. സോ നെക്സ്റ്റ് മേരി രശ്മ, അഞ്ചാമത്തെ ചോദ്യം വായിച്ചിട്ട് ഉത്തരം പറഞ്ഞേ. Which of the following is an antonym of affluence? Poverty. ഏതാ ഓപ്ഷൻ? ഏതാ Option C. ഓപ്ഷൻ സി, പോവർട്ടി. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. സോ നെക്സ്റ്റ് സൂര്യാവി. Sir, the opposite of the abundance. Abundance is scarcity. എത്രാമത്തെയാ? A. ഓപ്ഷൻ എ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇതിൽ ഈ ഫെമൈനും ഡ്രോട്ടൊക്കെ ചെറിയ രൂപത്തിൽ ഇതിനോട് അടുത്ത് വരുന്ന വാക്കുകളാണ് കേട്ടോ. 2007 ചോദിച്ചാണ്. ഇങ്ങനെ വന്നാൽ കൂടുതൽ അടുപ്പമുള്ളത് സ്കേഴ്സിറ്റിയാണ്. ഫെമൈൻ എന്ന് പറഞ്ഞാലും ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച, ദാരിദ്ര്യം എന്നൊക്കെയാണ്. അത് അബണ്ടൻസിന്റെ ഓപ്പോസിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ കൂടുതൽ ശരിയേതാ? സ്കേഴ്സിറ്റി. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു പ്രശ്നം, അത് സിനനിംസ് ചോദിക്കുമ്പോൾ ഏറ്റവും അടുത്ത അർത്ഥമുള്ളത് ഉത്തരമായിട്ട് എഴുതണം. അതായത് ഇൻസ്റ്റന്റ് സിനനിമും ഉണ്ട്, ഡിസ്റ്റന്റ് സിനനിമും ഉണ്ട്. അതുപോലെ ആന്റണിം പറയുമ്പോഴും ഇൻസ്റ്റന്റ് ആന്റണിമും ഡിസ്റ്റന്റ് ആന്റണിമും ഉണ്ട്. അപ്പൊ ഇത് ഇൻസ്റ്റന്റ് ആന്റണിമാണ് ഇവിടെ സ്കേഴ്സിറ്റി. മറ്റത് ഫെമൈനും ഡ്രോട്ട് ആന്റണിം തന്നെയാണ്, പക്ഷെ ഡിസ്റ്റന്റ് ആന്റണിംസ് ആണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മിസ്റ്റർ ആദം. Sir, write the antonym of the word scarce. Abundant. Yes, abundant, abundant. Very good. എട്ടാമത്തെ ചോദ്യം ആദം പറഞ്ഞോളൂ. Abundant.
ആന്റണിം ഓഫ് അബണ്ടന്റ് അല്ലേ? ഓക്കെ, സോറി, സ്കേഴ്സ്, അബണ്ടന്റ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഇസ് നസീറ, 9ാമത്തെ ചോദ്യം. Which option is not the synonym of the word lucre? ലൂക്കറിന്റെ സിനനിം അല്ലാത്തത് ഏത്? അപ്പൊ ലൂക്കർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയങ്കര റിച്ച് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എഫ്ലുവന്റ് അല്ലേ? Answer is indigence. അപ്പൊ ഇതിനകത്ത് സിനനിം അല്ലാത്തത് പറയുമ്പോൾ ഓപ്പോസിറ്റാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ലൂക്കറിന്റെ Yes. ഫോർച്യൂൺ സിനനിം ആണ് അല്ലേ? അപ്പൊ ഇത് ഉത്തരമല്ലല്ലോ. അല്ല. അബണ്ടൻസ് സിനനിം ആണ്. അഫ്ലുവൻസോ? Synonym. ഒപ്യുലൻസോ? Synonym. സിനും. ഇൻഡിജൻസോ? അതാണോ ആൻസർ? അതാണ് ആൻസർ, ഇൻഡിജൻസ്. ഇൻഡിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാരിദ്ര്യം അല്ലേ? അപ്പൊ ഒപ്യുലൻസ് എന്ന് പറഞ്ഞാലോ? ഒപ്യുലൻസ് നമ്മളെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ? ഇതുണ്ട് ഒപ്യുലൻസ്, പ്ലഥോറിന്റെ താഴെയല്ലേ ഒപ്യുലൻസ്, ധാരാളമുള്ള അവസ്ഥ, ലൂക്കർ അല്ലേ? ഓക്കെ, മറക്കരുത്, ഒപ്യുലൻസിന് മറക്കാനേ പാടില്ല കേട്ടോ. ഒപ്യുലൻസ് എന്ന് പറഞ്ഞാൽ ധാരാളമുള്ള അവസ്ഥയാണ്. അപ്പൊ ഇവിടെ ശരി ഉത്തരം ഇൻഡിജൻസ് മാത്രമാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാ ശരി? ബി അല്ലേ? 5 ഓൺലി. ഓക്കെ ഓക്കെ, അടുത്ത മേരി, 10ാമത്തെ പറ മേരി. Sir, despite his talents, ആന്റണിം ഓഫ് പെന്യൂറി. the artist lived a life of penury, unable to sell in his work. Antonym of penury. പെന്യൂറി എന്ന് പറഞ്ഞാൽ എന്താ? Penury. Richness. പെന്യൂറി പിശുക്കല്ലേ? Option C. പിശുക്ക്. ഈ പെന്യൂറി കൃത്യം ഓർത്തിരിക്കണം. ഇപ്പൊ 2-3 പരീക്ഷകൾ കണ്ടു ഞാൻ ആ ചോദ്യം കേട്ടോ. പെന്യൂറി മറക്കരുത്. പെന്യൂറിയസ്, പെന്യൂറി, പിശുക്കുള്ളതാണ് പെന്യൂറി എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് റിച്ച്നെസ് ആണ്. ഓപ്ഷൻ സി ആണ് ശരി. Poverty. പെന്യൂറി എന്ന് പറഞ്ഞാൽ പോവർട്ടി അല്ലേ? അല്ലേ? എവിടെ പോയാ? ഓക്കെ, റിച്ച്നെസ് ആണ് ഇവിടെ ശരി ഉത്തരം, കാരണം പെന്യൂറിയുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. യെസ്. ഇനി നമ്മൾ 2ാമത്തെ സെറ്റ് ഓഫ് വേർഡ്സിലേക്ക് പോകുന്നു. അട്രാക്ട്. അട്രാക്ട് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക എന്നാണ്. ആകർഷിക്കുക, അട്രാക്ട്. ഓക്കെ, കുറച്ച് പേരും കൂടെ സ്റ്റേജിലേക്ക് വരൂ കേട്ടോ. ഓക്കെ, സോ ഐ റിക്വസ്റ്റ് അഗെയിൻ മിസ്റ്റർ ആദം. അട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആദം? സർ, ആകർഷിക്കുക. ആകർഷിക്കുക, അട്രാക്ട്. അപ്പൊ അതിന്റെ സിനനിമായിട്ട് വരുന്ന വാക്കുകളൊക്കെ ഒന്ന് വായിച്ചേ. അല്യൂർ, അപ്പീൽ, ക്യാപ്റ്റിവേറ്റ്, ഫാസിനേറ്റ്. ഫാസിനേറ്റ്, ക്യാപ്റ്റിവേറ്റ്, അപ്പീൽ, അല്യൂർ അല്ലെ? മറക്കരുത്. ഒന്നുകൂടെ പറഞ്ഞ ആദം. അല്യൂർ, അപ്പീൽ, ക്യാപ്റ്റിവേറ്റ്, ഫാസിനേറ്റ്. വശീകരിക്കുക, ക്യാപ്റ്റിവേറ്റ് ചെയ്യുക, ഫാസിനേറ്റ് ചെയ്യുക, അപ്പീൽ ആകർഷിക്കുക, എല്യൂർ മോഹിപ്പിക്കുക എന്നൊക്കെ അതിന്റെ അർത്ഥം. ഇതെല്ലാം ഒരു ഫാമിലി വേർഡ്സ് ആണ്. എല്ലാത്തിൻ്റെ അർത്ഥം ആകർഷിക്കുക എന്നാണ്. അട്രാക്ട് ആണെങ്കിലും, എല്യൂർ ആണെങ്കിലും, അപ്പീൽ ആണെങ്കിലും, കാക്ടിവേറ്റ് ആണെങ്കിലും, ഫാസിനേറ്റ് ആണെങ്കിലും. ഓക്കെ, താങ്ക് യു. സോ ഐ റിക്വസ്റ്റ് സൂര്യ വി, ഏതൊക്കെയാണ് അട്രാക്ടിന്റെ ഫാമിലിയിൽ വരുന്ന വാക്കുകൾ? അല്യൂർ, അപ്പീൽ, കാപ്റ്റിവേറ്റ്, ഫാസിനേറ്റ്. കാപ്റ്റിവേറ്റ് കേട്ടോ. കാപ്റ്റിവേറ്റ്. കരിഷ്മയല്ലേ സർ? കരിസ്മാറ്റിക് വേണമെങ്കിൽ പറയാം. കരിസ്മാറ്റിക്, കരിസ്മാറ്റിക് കേട്ടോ പറയാം. ഓക്കെ, അതിന്റെ ആന്റണിയുമായിട്ട് വരുന്ന ഏതൊക്കെയാ? ഭവ്യ പറ. ആകർഷിക്കുന്നതിന്റെ ഓപ്പോസിറ്റ്. റിപ്പൽ, റിഫ്യൂസ്, റിജക്ട്, ഡിനേ, ബോർ, ടേൺ ഡൗൺ. ടേൺ ഡൗൺ ഒരു ഫ്രേസൽ വെർബ്, ഓർമ്മയുണ്ടോ? അല്ലേ? നിരസിക്കുക, റെഫ്യൂസ് ചെയ്യുക. അപ്പൊ റെഫ്യൂസ്, റിപ്പൽ, റിജക്ട്, ഡിനൈ, ബോർ, ഇതിലൊന്നും നിങ്ങൾക്ക് അറിയാത്ത വാക്കില്ല, എല്ലാം നിങ്ങൾക്ക് അറിയുന്നത്. അപ്പൊ അട്രാക്ട് ആകർഷിക്കുക, അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള പദം എന്ന് പറയുന്നത് റിപ്പൽ, റിഫ്യൂസ്, റിജക്ട്, ഡിനൈ, ബോർ, ടേൺ ഡൗൺ. ബോറാണ് നിങ്ങൾക്ക് ഒരു പുതിയ വാക്കടി ചിലപ്പോൾ തോന്നിയത്, പക്ഷെ ബോർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് അല്ലേ? അട്രാക്ഷന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ബോറടിക്കല് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഭവ്യ തന്നെ പറഞ്ഞതിന്റെ ഉത്തരം 11ാമത്തെ ചോദ്യം വായിച്ചിട്ട് ഉത്തരം പറ. The synonym of deny, refuse. Very good, very good, very good. Refuse.
നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പ്രാക്ടീസ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഇനി വേറെ ഇത് ക്ലാസ് ചെയ്യേണ്ടി പോയിരുന്ന് പഠിക്കാൻ സമയമില്ല. നിങ്ങൾ അങ്ങനെ പഠിക്കും വേണ്ട, ഈ ക്ലാസ്സിലിരുന്ന് മാത്രം പഠിച്ചാൽ മതി. ദിസ് ഈസ് എ പ്രാക്ടീസ് സെഷൻ. ഞാൻ പ്രാക്ടീസ് ചെയ്താൽ പോവുക. അതുകൊണ്ട് പിന്നെ ഇതിന് സമയം ചെലവഴിക്കേണ്ട. അതുകൊണ്ട് ലൈവ് ആ രൂപത്തിൽ കാണുക, ഇൻവോൾവ് ആവുക. പ്ലീസ് ഇൻവോൾവ് ഇൻ ദ ക്ലാസ്. ഓക്കെ, ക്ലാസ് ലൈവിൽ വരാത്തവർ ഇന്ന് റെക്കോർഡ് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അവരത് കണ്ടോട്ടെ, പക്ഷേ ലൈവിൽ വരാൻ മാക്സിമം ശ്രമിക്കുക. ഈ ലൈവ് തീരുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, അടുത്ത ചോദ്യത്തിൻ്റെയും കൂടെ ഉത്തരം പറഞ്ഞ ഭവ്യെ, ടേൺ ഡൗൺ. refuse, റിഫ്യൂസ് അല്ലെ, നിരസിക്കുക. ടേൺ ഡൗൺ. 98-ലാണ്. 98-ൽ ഭവ്യ ജനിച്ചിട്ടുണ്ടോ? ഉണ്ട് സർ. ഉണ്ട്. അപ്പൊ വയസ്സത്തെയാണ്. ഇനി ഓക്കെ, താങ്ക് യു. സോ നസീറ, ദ ആന്റണിം ഓഫ് അട്രാക്ട്. Repel. എന്താ? Repel. റിപ്പൽ, വികർഷിക്കുക അല്ലേ. നമ്മൾ മാഗ്നറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അട്രാക്ട് ചെയ്യും അല്ലേ. ഡിഫറെന്റ് പോൾസുകൾ അട്രാക്ട് ചെയ്യും, സെയിം പോൾസുകൾ റിപ്പൽ ചെയ്യും എന്നൊക്കെ റിപ്പൾഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിന്റെ കൂടെ ആൻസർ പറ. ദ ആന്റണിം ഓഫ് റിപ്പൾഷൻ. Attraction. ഈ റിപ്പൽ എന്നതിന്റെ നോക്കി, ഈ റിപ്പലിന്റെ നൗണാണ് റിപ്പൾഷൻ. അപ്പൊ യു വരും, റിപ്പൾഷൻ. ഓക്കെ, റിപ്പൽ ഇ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് നസീറ? attraction, ആന്റണിമാ ചോദിച്ചത് അല്ലേ. അപ്പൊ അതിന്റെ വിപരീതം. സോ ദിസ് ഈസ് അട്രാക്ഷൻ. അടുത്തത്, താങ്ക് യു. സോ നെക്സ്റ്റ് ഭവ്യ, 15ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറ. ഫാസിനേറ്റ്. select the most appropriate synonyms of fascinate. Captivate. ഫാസിനേറ്റ്, ക്യാപ്റ്റിവേറ്റ്, വശീകരിക്കുക അല്ലേ. എന്താണ്? വശീകരിക്കുക. ക്യാപ്റ്റിവേറ്റിംഗ് ബ്യൂട്ടി എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, എന്ത് പറയും? Captivating beauty. Captivating beauty, charming beauty എന്നൊക്കെ പറയില്ലേ. യെസ്, ഗുഡ്. ഇനി നെക്സ്റ്റ് വേർഡ്, അടുത്ത ഫാമിലി അലവിയേറ്റ് ആണ്. അലവിയേറ്റ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, ശമിപ്പിക്കുക, ലഘൂകരിക്കുക. എപ്പോഴും PSC ചോദിക്കുന്ന, PSCക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്കാണ് അലവിയേറ്റ്. അലവിയേറ്റ് എന്താണ് ആദം? Alleviate. അലവിയേറ്റ്. ആ ഗ്രൂപ്പിൽ വരുന്ന വാക്കുകളൊക്കെ ഒന്ന് ഓടിച്ച് പറഞ്ഞേ. Mitigate, reduce, decrease, ease, relieve, lessen, weaken, lighten, assuage, palliate. പാലിയേറ്റീവ് കെയർ എന്നൊക്കെ കേൾക്കുന്നില്ലേ. ക്യാൻസർ രോഗികളുടെ അവരുടെ വേദന ലഘൂകരിക്കാൻ, പാലിയേറ്റ് ചെയ്യാൻ, പാലിയേറ്റീവ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അലവിയേറ്റ്, മിറ്റിഗേറ്റ്, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചാൽ. ഞാൻ എല്ലാ ക്ലാസ്സിലും ഓരോ സ്ലൈഡ് വെച്ച് തന്നിരുന്നു. ഏകദേശം ആദ്യത്തെ 10 ഫാമിലി എങ്ങാണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മിറ്റിഗേറ്റ്, റെഡ്യൂസ്, ഡിക്രീസ്, ഈസ്, റിലീവ്, ലെസൺ, വീക്കൻ, ലൈറ്റൻ, അസ്വാച്ച്, പാലിയേറ്റ്, സൂത്ത്, ശമിപ്പിക്കുക, ലഘൂകരിക്കുക, കുറയ്ക്കുക എന്നാണ് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം. സോ ഐ റിക്വസ്റ്റ് നസീറ, ഏതൊക്കെയാണ് അലവിയേറ്റിന്റെ സിനോണിം എന്ന് ഓടിച്ചു പറഞ്ഞേ. Mitigate, reduce, decrease, ease, relieve, lessen, weaken, lighten, assuage, palliate, soothe. ഗുഡ്. ഭവ്യ, അതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞേ. Aggravate, exacerbate, intensify, exasperate, increase, amplify. വർദ്ധിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇൻക്രീസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇൻക്രീസ് വന്നാൽ ആംപ്ലിഫൈ അല്ലേ. ആംപ്ലിഫയറിന്റെ ഇതെന്താ, ധർമ്മം എന്താ? കൂട്ടുക, വർദ്ധിപ്പിക്കുക. അപ്പൊ ആംപ്ലിഫൈ, ഇൻക്രീസ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അഗ്രവേറ്റും നിൽക്കും അല്ലെ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അഗ്രവേറ്റ്, വർദ്ധിപ്പിക്കുക. പിന്നെ ഇന്റൻസിഫൈ, ഇന്റൻസ് അല്ലെ, തീവ്രമാക്കുക, വർദ്ധിപ്പിക്കുക. അത് നിങ്ങൾക്ക് സിമ്പിൾ ആണ് അല്ലേ. പിന്നെ നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നമുള്ളത് എക്സാസർബേറ്റും എക്സാസ്പെറേറ്റും. രണ്ടൊന്ന് ഓർത്ത് വെക്കിയേ. ഏതൊക്കെ രണ്ട് വാക്ക് ഭവ്യ ഒന്ന് റിപ്പീറ്റ് ചെയ്ത്. എക്സാസർബേറ്റും എക്സ്പെറേറ്റും. എക്സാസ്പെറേറ്റ്, എക്സാസ്പെറേറ്റ്, എക്സാസർബേറ്റ്, എക്സാസ്പെറേറ്റ്. രണ്ടും എക്സായാണ്. എക്സാസർബേറ്റ്, എക്സാസ്പെറേറ്റ് രണ്ടിനും ഒരേ അർത്ഥമാണ്, വർദ്ധിപ്പിക്കുക സംഗതി, കൂട്ടുക. പിന്നെ ഈ എക്സാസ്പെറേറ്റിന് ഫ്രസ്ട്രേറ്റ് എന്നും ഇൻഫ്യൂരിയേറ്റ് എന്നും സിനോണിംസ് ഉണ്ട്. അത് എക്സാസ്പെറേറ്റിന്റെ മാത്രം സിനോണിംസ് ആണ്. ഫ്രസ്ട്രേറ്റും ഇൻഫ്യൂരിയേറ്റും ദേഷ്യം പിടിപ്പിക്കുക എന്ന അർത്ഥത്തിൽ, കുപിതനാക്കുക എന്ന്. എക്സാസ്പെറേറ്റിന് എന്തുണ്ട്, ചെറിയൊരു അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഇത് ബ്രാക്കറ്റിൽ തന്നിട്ട്. അപ്പോൾ അത് ചോദിക്കാം. അത് അഡ്വാൻസ്ഡ് ആണെങ്കിൽ അത്ര ആഴത്തിൽ LPUPക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്.
ഓക്കെ, എന്തായാലും വേണ്ടില്ല. സോ ഐ റിക്വസ്റ്റ് സൂര്യ വി ടു ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. Select the most appropriate synonym of the given word. Aggravate. അഗ്രവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Aggravate. ഓപ്ഷൻ എ Intensify. ഇൻഫ്ലുവൻസ് തെറ്റല്ലേ? ഉം, ഇല്ലസ്ട്രേറ്റ് തെറ്റല്ലേ? തെറ്റാണ്. ഇന്റൻസിഫൈ തെറ്റല്ലേ? Intensify ശരിയാണ്. ആ, തീവ്രമാക്കുക, വർദ്ധിപ്പിക്കുക അല്ലേ? അഗ്രവേറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ സർ. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം കൂടെ പറഞ്ഞിട്ട് പോയേ. ആന്റണിം ഓഫ് ദ മിറ്റിഗേറ്റ്. Antonym of mitigate. Alleviate. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അർത്ഥം? Mitigate കുറയ്ക്കുക. ശമിപ്പിക്കുക അല്ലെ, കുറയ്ക്കുക. ശമിപ്പിക്കുക. അപ്പൊ ആന്റണി എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നല്ലേ? ആ സോറി സർ, ആന്റോണിയം ആണ് ചോദിച്ചത് അല്ലേ? ആ, അഗ്രവേറ്റ്. സൂക്ഷിക്കണം, ഈ ഭാഗം ചോദ്യം ശരിക്കും വായിക്കണം. എനിക്കെപ്പോഴും പറ്റിപ്പോറുണ്ട്, ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്ത്. ഉത്തരമൊക്കെ എനിക്കറിയും, പക്ഷെ വായിക്കുമ്പോൾ അശ്രദ്ധ വരും. ആന്റണിയുമാണ് സിനിമ വന്ന് നോക്കൂല, കാണുമ്പോ തന്നെ അങ്ങ് മാറ്റി കളയും. എന്നോട് ക്വസ്റ്റ്യൻ തന്നെ സ്കിപ്പ് ചെയ്തു പോലുണ്ട് സാർ. ആ, അപ്പൊ ചില ശ്രദ്ധിക്കണം കേട്ടാ. ക്വസ്റ്റ്യൻ വീട്ടിലെത്തിയിട്ടാ കാണാം അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളത്. ആ, അത് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. നല്ല ശ്രദ്ധ വേണം കേട്ടോ, ജാഗ്രത വേണം. ഓക്കെ, ഇനി അടുത്തത് 18ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ദ ഓപ്പോസിറ്റ് വേർഡ് മിറ്റിഗേറ്റ്. അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ സൂര്യ. അഗ്രവേറ്റ്. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് ആദം. ഇതിന് വേറെ ഒരു അഗ്രവേറ്റ് ഉണ്ട് സർ. സ്പെല്ലിങ് എവിടെ? നമ്മൾ അഗ്രവേറ്റ് GGR അല്ലേ? സോറി. ഇത് ഓപ്ഷൻ ഡി ആ ശരി കേട്ടോ. ഓക്കെ, ഇതിപ്പോ എനിക്ക് അശ്രദ്ധ പറ്റിയാണല്ലേ. അഗ്രവേറ്റ് ഞാൻ മുഴുവൻ ഓപ്ഷൻ വായിച്ചില്ല, അതുകൊണ്ടാ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി, എ ആണ് വരിക കേട്ടോ, അഗ്രാവേറ്റ്. ഓക്കെ, ഓക്കെ, താങ്ക് യു സൂര്യ. സോ ആദം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. In each of these, select the word that is most nearly opposite in meaning to the word cabinet. Exacerbate. Sir, progress. എക്സാസർബേറ്റിന്റെ ഓപ്പോസിറ്റ് Decrease. ഡിക്രീസ് നമ്മൾ പഠിച്ചില്ലേ? ഉണ്ട്. ഓക്കെ, അതായത് എക്സാസർബേറ്റ് എന്ന് പറഞ്ഞാൽ അഗ്രവേറ്റ് ആണ് അല്ലേ? വർദ്ധിപ്പിക്കുക എന്നാണ്. എക്സാസർബേറ്റ് അല്ലെങ്കിൽ എക്സാസ്പെരേറ്റ്, വർദ്ധിപ്പിക്കുക. അപ്പോൾ ഡിക്രീസ്, അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്. വെരി ഗുഡ്. ഓക്കെ, ആദം അടുത്തും കൂടെ പറഞ്ഞേ. The operation does explain, but injection is. The operation dash is pain, but the injection dash it, alleviated it. അപ്പോൾ alleviated എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ആണ് അവിടെ വേണ്ടത്. Aggravated. ബട്ട് വരുമ്പോൾ ആദ്യം പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. അപ്പൊ അലവേറ്റിന്റെ ഓപ്പോസിറ്റ് Aggravate. വർദ്ധിപ്പിച്ചു. ഓപ്പറേഷൻ വേദന വർദ്ധിപ്പിച്ചു, ഇഞ്ചക്ഷൻ വേദന കുറച്ചു. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് മേരി രേഷ്മ, 21ാമത്തെ ചോദ്യത്തിന് ഉത്തരം. Synonym of exasperate. Frustrate. വെരി ഗുഡ്. ഞാൻ പറഞ്ഞത് ഫ്രസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സിനനിമാണ് എക്സാസ്പെറേറ്റിന്റെ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. അല്ലെങ്കിൽ ഇൻഫ്യൂരിയേറ്റ് അല്ലേ? ഇൻഫ്യൂരിയേറ്റ്, ഫ്രസ്ട്രേറ്റർ, ഇൻഫ്യൂരിയേറ്റ്. ഇനി 22 ഉത്തരം പറഞ്ഞേ. Synonym of exasperate. Sir, infuriate, appreciate, option A sir, infuriate. വെരി ഗുഡ്. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ, താങ്ക് യു. 23ന്റെ ഉത്തരം പറഞ്ഞേ. 23, fill in the blanks using the antonym of underline the word. Alleviate ൻ്റെത് synonym, antonym of assets, aggravate sir, option C. ഗുഡ്. ഇനി അടുത്തത് നസീറ, ഉത്തരം പറ 24ന്റെ. The medicines alleviate his pain to a certain extent. Antonym of alleviate, aggravate. അഗ്രവേറ്റ്, ഓപ്ഷൻ ഡി അഗ്രവേറ്റ്. ഇതിന്റെ പറഞ്ഞ 25. Synonym of the given word, exacerbate.
Aggravate. Good. Exacerbate opposite aggravate. Okay. താങ്ക് യു. ഇനി നമ്മൾ അടുത്ത ഫാമിലിയിലേക്ക് പോവാണ്. അപ്പിയർ. അപ്പിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക എന്നാണ്. എല്ലാവർക്കും അറിയാം. പ്രത്യക്ഷപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കം ഔട്ട് പറയാം, എമേഴ്സ് പറയാം, ഷോ പറയാം, അറൈവ് പറയാം. ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡുകൾ ഏതൊക്കെയാ ബബ്ബി പറ? അപ്പിയറിന്റെ ഓപ്പോസിറ്റ് disappear, ആ vanish, ഉം, fade, ഉം. depart, Good. Disappear, vanish, fade, Depart. depart. Excellent. So, synonyms ഏതൊക്കെയാ? come out, ഉം. emerge, show, arrive. Good. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. Emerge, appropriate synonym, ആ appear. ഗുഡ്. അടുത്തന്നെ പറഞ്ഞേ. Antonym of vanish, vanish, disappear. Antonym ആണ്, appear. ആന്റണി മേജ്. appear. അപ്പിയർ വാനിഷ് കാണാതാവുക, അപ്പിയർ ആ. പ്രത്യക്ഷപ്പെടുക. ആ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് സൂര്യ വി. Happy, unhappy, appear, disappear. ഏതാ ഓപ്ഷൻ? Disappear A. ഗുഡ്. അടുത്തത് Which among the following is the opposite of depart? Arrive. ഓപ്പോസിറ്റ് ആയി ചോദിച്ചല്ലേ? അറൈവ്. ഡിപ്പാർട്ട് പുറപ്പെട്ടു പോവുക, അറൈവ് എത്തിച്ചേരുക. ഇനി ആന്റണിം ഓഫ് ദി ഗിവൺ വേർഡ് വാനിഷ്. Vanish. Emerge. ഗുഡ്. ഉള്ളതിൽ എമർജ് ആണ് കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ അപ്പിയർ. അപ്പിയർ ഇല്ല, ഡിസപ്പിയർ ആയിപ്പോ ഇവിടെ. ഓക്കെ, താങ്ക് യു. സോ ദ നെക്സ്റ്റ് അഞ്ചാമത്തെ ഫാമിലിയിലേക്ക് നമ്മൾ കിടക്കണം. അറൈവ്. അറൈവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എത്തിച്ചേരുക എന്നാണ്. എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അപ്പിയർ, റീച്ച്, എൻ്റർ, വിസിറ്റ്, ടേണപ്പ് ഒക്കെ പറ്റും. ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന ടേണപ്പാണ്, മറക്കരുത്. അതൊരു ഫ്രേസൽ വെർബ് കൂടിയാണ്. എത്തിച്ചേരുക, എത്തിച്ചേരുക. ഓക്കെ, ആദം ഒന്ന് പറഞ്ഞ. ആദം, ഏതൊക്കെയാണ് അറൈവിന്റെ സിനോണിംസ്? Sir, appear, reach, enter, visit, turn up. ആന്റണിം ഏതൊക്കെയാ ആദം? Antonym depart, leave, ലീവ്, go. ഗോ അല്ലേ? പോവുക, പുറപ്പെട്ടു പോവുക. ഡിപ്പാർട്ട്, ലീവ്, ഗോ. ആരും മറക്കരുത് കേട്ടോ. ഓക്കെ, മേരി രശ്മ, ഏതൊക്കെ അറൈവിന്റെ സിനോണിം? Sir, appear, reach, enter, visit, turn up. ഇനി ആന്റണിം? Depart, leave, go. അങ്ങനെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞേ. Which of the following is the synonym for turn up? Arrive. അറൈവ്. ഓപ്ഷൻ A. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണ്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞേ. Opposite verb underline. The train arrived. Departed. Option C. ഓക്കെ, സ്റ്റേജിൽ വരാത്തവർ അവിടെ കമന്റ് എങ്കിലും ഇടാൻ പറ്റും നോക്ക് കേട്ടോ. സ്റ്റേജിൽ വരാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് പോയി എനിക്കിങ്ങനെ ചോദിക്കാമല്ലോ മാറി മാറി. ഓക്കെ, ഇവിടെ ചോദ്യത്തിന് ഉത്തരം എന്താ രശ്മേ? Option C. Departed. അറൈവിൻ്റെ ഡിപ്പാർട്ടഡ് അല്ലേ? അറൈവ്ഡ്, ഡിപ്പാർട്ടഡ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നസീറ, 33ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. Select the most appropriate antonym of the given word. Depart. Arrive. ഡിപ്പാർട്ടിന്റെ ഓപ്പോസിറ്റ് അറൈവ് അല്ലേ? ഗുഡ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത വാക്കിലേക്ക് പോകണം. സാബോട്ടാഷ്. സാബോട്ടാഷ് എന്ന് അട്ടിമറി, വിധ്വംസന, തകർക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. സാബോട്ടാഷ്, ഓവർത്രോ, ഗവൺമെന്റിനേക്ക് അട്ടിമറിക്കുക, അട്ടിമറി വിജയം നൽകുക, ഓവർത്രോ അല്ലെ? ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കുക, റാവേജ് നശിപ്പിക്കുക, ഡാമേജ് നശിപ്പിക്കുക, റക്ക് നശിപ്പിക്കുക, വാൻഡലിസം, വാൻഡലൈസ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കൽ. അതുപോലെ ഡീസെക്രേഷൻ, ഡെസിക്രേഷൻ. ഡീസെക്രേഷൻ മീൻസ് ഡെസിക്രേഷൻ അത് വായിക്കേണ്ടത്. ഡെസിക്രേഷൻ നശിപ്പിക്കൽ. വിധ്വംസനത്തെയാണ് ഇംഗ്ലീഷിൽ ഡെസിക്രേഷൻ എന്ന് പറയാ. സബ്വേർഷൻ അട്ടിമറി. ഓക്കെ, ഭവ്യ എന്ന് പറഞ്ഞ സാബോട്ടാഷിന്റെ സിനോണിംസ് എന്തൊക്കെയാ? Overthrow, distraction, ravage, damage, wreckling, vandalism, desecration, subversion. ഓക്കെ, ഇതൊക്കെ ഏതിന്റെ സിനോണിമാ? Sabotage. സാബോട്ടാഷ് അല്ലേ? സാബോട്ടാഷ്. എന്താ ഈ സാബോട്ടാഷ് എന്ന് പറഞ്ഞാൽ എന്താ? അട്ടിമറി, തകർക്കുക, വിധ്വംസനം. ഗുഡ്, ഗുഡ്. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് സൂര്യ, അതിന്റെ ഓപ്പോസിറ്റ് എന്തൊക്കെയാന്ന് പറ. Protection,
ആ saving, preservation, conservation, compliance, consent. ഈ കംപ്ലയൻസ് ആൻഡ് കൺസെന്റ് സബ്വേർഷന്റെ മാത്രം സിനോണിമായിട്ടാണ് വരുന്നത്, സബ്വേർഷന്റെ കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, സേവിങ്, പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ 4 പറഞ്ഞാൽ മതി. അപ്പൊ സാബോട്ടേഷന്റെ ആന്റണിയും 4 ഏതൊക്കെയത്? Protection, saving, preservation, conservation. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ഇപ്പൊ സാബോട്ടാഷ്, അട്ടിമറി എന്ന് പറയുന്നത് വിധ്വംസം, തകർക്കുക എന്നാണ് സാബോട്ടാഷ്. അത് പ്രിസർവ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രിസർവേഷൻ. നമുക്ക് ചിന്തിച്ചാൽ തന്നെ ഉത്തരം കിട്ടും അത്. യെസ്, അങ്ങനെയാണ് സൂര്യനോട് തന്നെ ഞാൻ ഈ ചോദ്യം ചോദിക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം പറ. Choose the ഡിഗ്രി ലെവൽ, opposite 2022 ഡിഗ്രി ലെവൽ. opposite word for subversion. Subversion. Compliance. Compliance. കംപ്ലയൻസ് അല്ലേ? വെരി ഗുഡ്. ഇനി ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിനോണിം ഓഫ് വാൻഡലിസം? Vandalismത്തിന്റെ synonym preservation. സിനോണിമോ? Sorry, synonym desecration. അതേ അർത്ഥം. വാൻഡലിസം എന്ന് പറഞ്ഞാൽ വിധ്വംസനാണ്, നശിപ്പിക്കലാണ്. അപ്പൊ ഡെസിക്രേഷൻ ആണ് കറക്റ്റ്. Desecration. ഓക്കെ, ഈ പറയുന്ന പ്രിസർവേഷനും കൺസ്ട്രക്ഷനും ഒക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. സാബോട്ടാഷ് എന്ന് പറഞ്ഞ വാക്ക്. അടുത്ത ചോദ്യം വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. Choose the word or the phrase that has most nearly the same meaning as the word given below. Sabotage. Sabotage. Wrench. Sorry, wrecking ആണല്ലേ അത്? Subversion, sir. Deliberate subversion. സബ്വേർഷൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് അതേ. സാബോട്ടാഷ് എന്ന് പറഞ്ഞാൽ അതേ അർത്ഥത്തിലുള്ള വേർഡാണ് സബ്വേർഷൻ. അത് ഡെലിബറേറ്റ്, മനഃപൂർവ്വമുള്ള സബ്വേർഷൻ, തകർക്കൽ. ഗുഡ്, താങ്ക് യു. അതെ, മറ്റേ റെക്കിംഗ് ആണ്. ഇത് റെഞ്ചിങ് അവിടെ ചോദിച്ചത്, സോ തെറ്റാണ്. മേരി. Sir, direction in the following question, out of the 4 alternatives, select the word similar meaning in the word given. Complaints. Consent, sir. Option B. കംപ്ലയൻസിന്റെ അതേ അർത്ഥമുള്ളത് റിബല്യൻ ആണോ? അല്ല സർ, കോൺസെന്റ്. അതെവിടുന്ന കിട്ടിയത്? അത് മറ്റേ സബ്വർഷന്റെ 2 ആന്റണിമാണ്, കംപ്ലൈൻസും കോൺസെന്റ്. യെസ്, കംപ്ലയൻസും അതുപോലെ കൺസെന്റ് കേട്ടോ, സമ്മതം. കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യോജിപ്പിലെത്തുന്നതിനെ കംപ്ലയൻസ് എന്ന് പറയും, യോജിക്കുക. കൺസെന്റ്. ഓക്കെ, താങ്ക് യു. നമ്മൾ 7ാമത്തെ കുടുംബത്തിലേക്ക് കിടക്കുകയാണ്. 7ാമത്തെ കുടുംബം എന്ന് പറയുന്നത് കോർട്ടിയസ്, പൊളൈറ്റിന്റെ കുടുംബമാണ്. പൊളൈറ്റ് എന്ന് പറഞ്ഞാൽ കോർട്ടിയസ് ഓർ റെസ്പെക്ട്ഫുൾ, പൊളൈറ്റ്. ഏതൊക്കെയാണ് ആദം? Courteous, respectful. അപ്പോൾ ഓപ്പോസിറ്റ് നമുക്ക് എന്തായാലും അറിയാം. ഒന്ന് ഇംപൊളൈറ്റ് ആയിരിക്കും. ഇവിടെ പൊളൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇംപൊളൈറ്റ് ആയിരിക്കും. പിന്നെ റൂഡ് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്, ഈ പറഞ്ഞ കോർട്ടിയസ്, റെസ്പെക്ട്ഫുൾ, പൊളൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് റൂഡ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പൊളൈറ്റിൻ്റെ ഓപ്പോസിറ്റ്. സോ ഐ റിക്വസ്റ്റ് നസീറ, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. Select the most appropriate synonym of the given word. Courteous means polite. ഏതാ? Polite. Option A. പൊളൈറ്റ് അല്ലേ? ഗുഡ്. അപ്രോപ്രിയേറ്റ് സിനോണിമായി ചോദിച്ചത്. ഗുഡ്. അടുത്ത ചോദ്യം വായിച്ച ഉത്തരം പറഞ്ഞേ. He is polite to everyone. Regard the sentence as a negative sentence without changing the meaning. He is never impolite to anyone. അദ്ദേഹം ഹീസ് പൊളൈറ്റ് എന്ന് പറഞ്ഞ, നെവർ പൊളൈറ്റ് പറഞ്ഞ അർത്ഥം അറിയില്ലേ? Never impolite. അപ്പോൾ ശരിയാണ്. ഹീസ് നെവർ ഇംപൊളൈറ്റ്. ഓപ്ഷൻ സി ആണ് ശരി അല്ലേ? ഗുഡ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഭവ്യ. Antonym of the word polite, rude. ഗുഡ്, താങ്ക് യു. 8ാമത്തെ കുടുംബം ക്ലംസി ആണ്. ക്ലംസി എന്ന് പറഞ്ഞാൽ വിരൂപമായിട്ടുള്ളത്, ഓക്വേർഡ്, ഗ്രേസ്ലെസ്, അൺഗെയിൻലി, തീരെ ആകർഷണമില്ലാത്തത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡെഫ്റ്റ് ആണ്, ചാതുര്യമുള്ള. ഡെഫ്റ്റ്, ഡെക്സ്റ്ററസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവുള്ള, അഡപ്റ്റ് ആയിട്ടുള്ള,
ഗ്രേസ്ഫുൾ ഐശ്വര്യമുള്ള, ആഡ്രോയിറ്റ് സ്കിൽഡ് ഭയങ്കര കഴിവുള്ള, എലഗന്റ് രമണീയമായ, എലഗന്റ് അട്രാക്റ്റീവ് ഭയങ്കര ആകർഷണത്വമുള്ളത്. ഓക്കെ, അപ്പോൾ ഡെഫ്റ്റ്, ഡെക്സ്റ്ററസ്, ഗ്രേസ്ഫുൾ, ആഡ്രോയിറ്റ്, എലഗന്റ്, അട്രാക്റ്റീവ് ഇത്രയും ക്ലംസിയുടെ ഓപ്പോസിറ്റ് ആണ്. സോ ഭവ്യ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ക്ലംസിയുടെ ഓപ്പോസിറ്റ്? ഡെഫ്റ്റ്, ഡെക്സ്റ്റീരിയസ്, ഗ്രേസ്ഫുൾ, അഡ്രോയിറ്റ്, എലഗന്റ്, ഡ്രോയിറ്റ്, എലഗന്റ്, അട്രാക്റ്റീവ്. അട്രാക്റ്റീവ്. ഓക്കെ, ഗുഡ്. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. സിനോണിം ഓഫ് അഡ്രോയിറ്റ്. ശ്രദ്ധിച്ചില്ല. ആഡ്രോയിറ്റ്. അഡ്രോയിറ്റ്. ആഡ്രോയിറ്റ് ഭയങ്കര കഴിവ്. അത് ഡെഫ്റ്റ്, ഉം. ഡെക്സ്റ്ററസ്, ഗ്രേസ്ഫുൾ, എലഗന്റ്, അട്രാക്റ്റീവ്. അതിന്റെ ഒരു സിനിമയാണ് സ്കിൽഡ്. അഡ്രോയിറ്റ് ഭയങ്കര സ്കിൽഡ്, നല്ല കഴിവുള്ള. അപ്പൊ ഓപ്ഷൻ ഡി അല്ലേ ശരി ഉത്തരം? സ്കിൽഡ്. കഴിവുള്ള കേട്ടോ. കഴിവുള്ള അഡ്രോയിറ്റ്. ആന്റണിം ഓഫ് ക്ലംസി. ഗ്രേസ്ഫുൾ. ആന്റോണിയം അല്ലേ ക്ലം? ഗ്രേസ്ഫുൾ. നല്ല ചാതുര്യമുള്ള അല്ലേ? ഗുഡ്. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് സൂര്യവി. Synonym of the word dexterous. Dexterous and synonym. നല്ല കഴിവുള്ള. Adept. അഡപ്റ്റ്. C. ഗുഡ്. അടുത്തത്. Select the synonym of the given word awkward. Clumsy. ഓക്വേർഡ് എന്റെ സിനിമ അല്ലേ? ക്ലംസി. അടുത്തത് മേരി രേഷ്മ പറ. നെക്സ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം. Select the most appropriate antonym of the given word clumsy. Graceful, sir. നല്ല ചാതുര്യമുള്ളത് അതാണ് ഗ്രേസ്ഫുൾ. Grace. ചാതുര്യമുള്ള, ഐശ്വര്യമുള്ള. ഈ വാക്കുകളൊന്നും മറക്കരുത് കേട്ടോ, ഓർമ്മയിൽ ഉണ്ടാവണം. അടുത്ത ചോദ്യം കൂടെ പറഞ്ഞേ മേരി. Meaning, opposite in meaning to the underlined word. Ungainly. Opposite ആകുമ്പോൾ attractive, sir. അൺഗെയിലിന്റെ ഓപ്പോസിറ്റ് അട്രാക്റ്റീവും ഗ്രേസ്ഫുൾ ഉണ്ടല്ലോ അല്ലേ? Graceful വരും, രണ്ടും വരുന്നുണ്ട്. രണ്ടും വരുമല്ലോ. ക്ലോസസ്റ്റ് ഓപ്പോസിറ്റ്. അൺഗെയിൻലിയുടെ ഓപ്പോസിറ്റ് അട്രാക്റ്റീവ്. ഇത് രണ്ടും വന്നാൽ അട്രാക്റ്റീവിന് പ്രയോറിറ്റി കൊടുക്കണം കേട്ടോ. ഓക്കെ സർ. ഓക്കെ, നമ്മൾ ചോദ്യത്തില് ഗ്രേസ്ഫുൾ, അട്രാക്റ്റീവ് ഏതിൻ്റെയാണ്? അൺഗെയിൻലി അല്ലേ? ഓക്കെ, ഇതിന്റെ ഉത്തരം പറഞ്ഞേ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചൂസ് ദ ഓപ്പോസിറ്റ്. Word opposite to the meaning elegance. Elegance and opposite ആയിട്ട് വരുന്നത് fragrance. Graceless, sir. യെസ്, തീരെ ഐശ്വര്യമില്ലാത്ത, ഗ്രേസ്ലെസ്. താങ്ക് യു. ഇനി 9ാമത്തെ വേർഡാണ് എക്സ്കൾപ്പേറ്റ്. ശ്രദ്ധിക്കണം, എക്സ്കൾപ്പേറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തമാക്കുക എന്നാണ്. എക്സ്കൾപ്പേറ്റ്, അക്വിറ്റ്, അബ്സോൾവ്, എക്സോണറേറ്റ്, ഇത്രയും വാക്കുകൾ പ്രധാനപ്പെട്ട. ഇതിൽ ഏതും ചോദിക്കാം. എക്സ്കൾപ്പേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സോണറേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മേരി രേഷ്മ തന്നെ പറ, എക്സ്കൾപ്പേറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അക്വിറ്റ്, അബ്സോൾവ്, എക്സോണറേറ്റ്. എക്സ്കൾപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റവിമുക്തമാക്കുക, കുറ്റവിമുക്തനാക്കുക. എക്സ്കൾപ്പേറ്റ് അല്ലേ? അക്വിറ്റ് ചെയ്യുക, അബ്സോൾവ് ചെയ്യുക, എക്സോണറേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് എല്ലാം ഒന്ന് പറഞ്ഞേ. എക്സ്കൾപ്പേറ്റിന്റെ എക്സ് മാറ്റി ഇന്നാക്കിയാൽ അതിന്റെ ഓപ്പോസിറ്റ് ഇൻകൾപ്പേറ്റ്.
പിന്നെ കോൺവിക്റ്റ് എപ്പോഴും PSC ചോദിക്കുന്ന വേർഡാണ് കോൺവിക്റ്റ്. കുറ്റപ്പെടുത്തുക, കുറ്റവാളിയാക്കുക. പിന്നെ ഏതോ incriminate, ആ accuse, sentence, impeach, charge, blame, jailbird. ഓക്കെ. നെക്സ്റ്റ് ഭവ്യ, എക്സ്കൾപ്പേറ്റിന്റെ സിനോണിംസും ആന്റണിംസും പറഞ്ഞേ. ആദ്യം സിനോണിംസ് പറഞ്ഞേ. acute, absolve, exonerate. ഓക്കെ. ആന്റണിം? Inculpate, convict, incriminate, accuse, sentence, impeach, charge, blame, jailbird. ഓക്കെ. ജയിൽ ബേർഡ് എന്ന് പറഞ്ഞാല് സ്ഥിരം കുറ്റവാളി. സ്ഥിരമായിട്ട് ജയിലിൽ പോകണം, സ്ഥിരം കുറ്റവാളി. ഓക്കെ. എന്നാ ഈ ചോദ്യത്തിന് ഉത്തരവോടെ പറഞ്ഞേ. മീനിങ് കൺവിക്റ്റ്. ജയിൽ ബേർഡ് എന്ന് പറഞ്ഞാൽ കൺവിക്റ്റ്. എപ്പോഴും ജയിലിൽ പോണ കുറ്റവാളി അല്ലേ? കോൺവിക്റ്റ്. ഗുഡ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അക്വിറ്റ്. അടുത്തത് ആദം. The officer exonerated him from charge, but he was convicted. The officer exonerated him from the charges. കൺവിക്റ്റഡ് അല്ലെ? എക്സോണറേറ്റ് പറഞ്ഞാൽ കുറ്റ വിമുക്തനാക്കി, കൺവിക്റ്റഡ് കുറ്റവാളിയാക്കി. Exonerate. സൂര്യ അടുത്ത വായിക്കി. John was exculpated after a thorough investigation. Select the word which is opposite to the word underlined. Exculpate. Exonerated. Exonerated അല്ല. None of this ആണോ സർ? ഓപ്പോസിറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? എക്സ്കൾപ്പേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? എക്സ്കൾപ്പേറ്റ് കുറ്റവിമുക്തനാക്കുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇൻകൾപ്പേറ്റ് ആ വേണ്ടത് അല്ലേ? അല്ലെങ്കിൽ ഇൻക്രിമിനേറ്റ്. ഇൻക്രിമിനേറ്റ് അല്ലേ? ഇതൊന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്കിവിടെ none of this പറയാം. വിൻഡിക്കേറ്റഡ് എന്താ മീനിങ് സർ? ഏതാ വിൻഡിക്കേറ്റഡ്? വിൻഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാല് ശരിവെക്കുക. എന്തെങ്കിലും നമ്മൾ പറഞ്ഞൊരു കാര്യത്തെ ശരിവെക്കുന്നതിന് വിൻഡിക്കേറ്റ് എന്ന് പറയും. ഓക്കെ. ന്യായീകരിക്കുക, ശരിവെക്കുക. ഓക്കെ കേട്ടോ? ഓക്കെ ശരി. നമ്മൾ അതിന്റെ മീനിങ് അറിയത്തിനെ കൊണ്ട് ഇത് രണ്ടും ശരിയല്ലെങ്കിൽ ചിലപ്പോ അത് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇപ്പൊ ഈ 2022 ഡിഗ്രിക്ക് ചോദിച്ചാണ്. കുറെ ആൾക്കാർ വിൻഡിക്റ്റഡ് എഴുതിയിട്ടുണ്ട്. നൺ ഓഫ് ദിസിലേക്ക് അങ്ങനെ എല്ലാവരും പോവില്ല. പക്ഷെ വിൻഡിക്റ്റഡ് എന്ന് പറഞ്ഞാൽ ശരിവെക്കുക എന്നാണ്. താങ്ക് യു ഭവ്യ. One word substitution. Release someone from a duty or obligation. Someone from duty or obligation. One word. Exonerate. Release someone from a duty obligation. Exonerate. Exonerate അല്ലേ? കുറ്റവിമുക്തനാക്കുക. അടുത്തതൊന്ന് ശ്രമിച്ചു നോക്കിയേ. Antonym of exonerate. Sentence. Exonerate-ന്റെ ആന്റോണിം സെന്റൻസ്. സെന്റൻസ്. 53. Antonym of exonerate. Exonerate-ന്റെ ആന്റോണിം എൻഗേജ് ആണ്. അക്യൂട്ട് വരൂല. അതിനകത്ത് ഏതാണ് സാർ? അബ്സോൾവ്. കുറ്റക്കാരനാക്കുക എന്ന് പറയണ്ടേ? എക്സംപ്റ്റ്, അബ്സോൾവ്. ശരിക്കും നോക്കിയാ എക്സോണറേറ്റ്. അക്യൂസ് ഉണ്ടല്ലേ? അക്യൂസ്. എക്സോണറേറ്റിന്റെ ബ്രാക്കറ്റിൽ കണ്ട ഒരു സാധനം, അതായത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് എക്സോണറേറ്റ് എന്ന് പറയും. കുറ്റവിമുക്തനാക്കുക,
ഉത്തരവാദിത്വം ഒഴിവാക്കുക. ഒഴിവാക്കുക. ഉത്തരവാദിത്വം കൊടുത്തിട്ട് നമ്മൾ അയാളെ എൻഗേജ് ആക്കുന്ന അല്ലെ, അതാണ് അതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ സാർ, ഓക്കെ. അങ്ങനെയാണ് ഇവിടെ ഓപ്ഷൻ. എൻഗേജ് ഡി. യെസ്, അയാളെ എൻഗേജ് ആക്കുക, എക്സോണറേറ്റ് ചെയ്യാതെ. നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഒഴിവാക്കി തരാണെങ്കിൽ ഐ എക്സോണറേറ്റ് യു, ബട്ട് ഐ എൻഗേജ് യു മീൻസ് ഞാൻ നിങ്ങൾക്ക് ഡ്യൂട്ടി തരാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് സൂര്യ. Choose the word most nearly opposite in meaning to the given word absolve. ഓക്കെ, So, blame. അബ്സോൾവ്. Blame. ഗുഡ്. അടുത്ത ചോദ്യം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റണിം ഓഫ് ദി ഗിവൺ വേർഡ് അക്യൂസ്. Accuse എന്നത് ആന്റോണിം അല്ലേ ചോദിച്ചത്? ആന്റണിം. അക്യൂസ് കുറ്റപ്പെടുത്തൽ അല്ലേ? അക്യൂസ് കുറ്റപ്പെടുത്തു. ഡിഫെൻഡ് ആണോ? യെസ്, അതിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇതാ അക്യൂസിന്റെ ബ്രാക്കറ്റിൽ കണ്ട ആന്റണിം. അത് ശ്രദ്ധിച്ചില്ലായിരുന്നു സാർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. അക്യൂസിന്റെ ആന്റണിം എന്താ? ഡിഫെൻഡ്. ഓക്കെ, അങ്ങനെയാണ് ഇന്നത്തെ ലാസ്റ്റ് വേർഡിലേക്ക് പോകണം. പാങ്. പാങ് എന്ന് പറഞ്ഞാൽ വേദന, നോവ്, യാതന എന്നൊക്കെയാണ്. ഏക്ക്, പെയിൻ എന്നൊക്കെയാണ്. ട്വിഞ്ച്. ട്വിഞ്ച് നിങ്ങൾക്ക് ഒരു പുതിയ വാക്കായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് സന്തോഷം, ഈസ്, കംഫർട്ട്, റിലീഫ്, ഡിലൈറ്റ്, ജോയ്, എൻജോയ്മെൻറ്റ്, സോയ്സ്, ഈ പറഞ്ഞതൊക്കെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. സോ ഐ റിക്വസ്റ്റ് മേരി, ഏതൊക്കെയാണ് പാങ്ങിൻ്റെ ആന്റണിം ആൻഡ് സിനോണിംസ്? Ache, pain, twinge. അത് സിനോണിം അല്ലേ? Sir. ആന്റണിം. Is comfort, relief, delight, joy, enjoyment, solace. എന്താ ഈ റിലീഫിന്റെ ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ആശ്വാസത്തിന്റെ കൂടെ? അതിന്റെ സിനിമയാണ് എയ്ഡ്. അതുപോലെ സൊളൈസ് കണ്ടോ? സൊളൈസ് എന്ന് പറഞ്ഞാല് ആശ്വസിപ്പിക്കുക, ആശ്വാസം എന്നാണ്. അതിന് അഗ്രവേഷൻ എന്ന അർത്ഥം കൂടി ഉണ്ട്, പ്രകോപനം. ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ 56. വാട്ട് ഈസ് ഓപ്പോസിറ്റ് ഫോം ഓഫ് പാങ്? പാങ്ങിന്റെ ഓപ്പോസിറ്റ് വേർഡ് റിലീഫ് സർ. റിലീഫ്. ഡിലൈറ്റിന്റെ അപ്രോപ്രിയേറ്റ് സിനോണിം ഇത് ആദം പറ. വെരി ഗുഡ്. അടുത്ത തന്നെ ഇവിടെ പറ. റിലീഫ് എന്ന് പറഞ്ഞ വാക്കിന്റെ അപ്രോപ്രിയേറ്റ് സിനോണിം? എയ്ഡ്. എയ്ഡ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നസീറ. Yes, sir. At least she was able to get some solace as the matter had been solved amicably. ഇവിടെ ഓപ്പോസിറ്റ് ഓഫ് solace. Solace in the opposite. Aggravation. ഗുഡ്. നമ്മൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? സൊളൈസിന്റെ ബ്രാക്കറ്റിലെ അഗ്രവേഷൻ. യെസ്. ഇതിന്റെ അർത്ഥം കൊണ്ട് പറഞ്ഞ 60. Which are the synonym of the word pang? Ache, pinch, pain. So 1, 2, and 3. Option C. 1 and 2 and 3 അല്ലേ? വേദനയാണ് പാങ് എന്ന് പറഞ്ഞാൽ. ഏക്ക്, പെയിൻ, ട്വിഞ്ച്. ട്വിഗ് ഇല്ല. ട്വിഗ് എന്ന് പറഞ്ഞാൽ മരത്തിന്റെ കൊള്ളിയാണ് ട്വിഗ്. Okay. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്ക് ഇഡിയംസ് ആണ്. അപ്പോൾ ഇഡിയംസിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേർഡുകൾ. ഹലോ നസീറ, ആദം, ഓക്കെ അല്ലേ? യെസ്. ആദ്യത്തെ ആപ്പിൾ പൈ ഓർഡർ. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഓർഡർ, എല്ലാം നല്ല പെർഫെക്റ്റ് ഓർഡറിലാക്കി വെക്കുന്നതിനെയാണ് ആപ്പിൾ പൈ ഓർഡർ എന്ന് ഇംഗ്ലീഷിൽ പറയാം.
എല്ലാം ഒരു ആപ്പിൾ പൈ ഓർഡറിലാന്ന് പറഞ്ഞാൽ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഡറിലാണ് എന്നതിൻ്റെ അർത്ഥം. എന്നാൽ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ് ഡിസ്പ്യൂട്ട്, തർക്ക കാരണം, ഒരു തർക്കത്തിനുള്ള കാരണം, എന്തെങ്കിലും ഒരു തർക്കം നടക്കുകയാണ്, അപ്പോൾ ഒരു പ്രശ്നം നടക്കുകയാണ്, ആ പ്രശ്നത്തിനുള്ള റീസൺ ആണ് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. ഇനി ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾ എക്സാം ഒക്കെ ആയതുകൊണ്ട് യു ആർ വർക്കിംഗ് ഹാർഡ്, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാണ്, വർക്ക് ബിയോണ്ട് വൺ സൗണ്ട് കപ്പാസിറ്റി, നിങ്ങളുടെ ഒരു കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് വരെ നിങ്ങൾ വർക്ക് ചെയ്യാണ്, ബിക്കോസ് ഇനി വളരെ കുറച്ച് സമയം നിങ്ങളുടെ മുമ്പിലുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയാം. ഓക്കെ, അർദ്ധരാത്രി നമ്മൾ എണ്ണ കത്തിച്ചിരിക്കുക എന്ന അർത്ഥത്തിലേക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, അപ്പോൾ നസീറ ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? Perfect order. പെർഫെക്റ്റ് ഓർഡർ. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് Cause of dispute. കോസ് ഓഫ് ഡിസ്കോർഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ആപ്പിള്, ഓക്കെ, ഒരു ആപ്പിളിന് അപ്പുറത്തെ ഒരാൾ നിന്നിട്ട് കടികൂടി കൊടുക്കുന്നു, ഇപ്പുറത്തെ ഒരാൾ നിന്നിട്ട് കടികൂടി കൊടുക്കുന്നു. സോ ഇവർ നമ്മൾ കച്ചറ ഉണ്ടാവാനുള്ള കാരണം ഈ ആപ്പിളാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് ഇസ് കാശ്മീർ. കാശ്മീരാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, കലഹത്തിനുള്ള കാരണം. മനസ്സിലായോ നസീറ? Yes, yes. ഓക്കെ, ഈ ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്പിൾ നടു ഇങ്ങനെ മുറിച്ച് നോക്കിയിട്ടുണ്ടോ? അതിന്റെ കുരു ഇങ്ങനെ നല്ല വൃത്തിയിൽ ഇങ്ങനെ അല്ല ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ നല്ല ഓർഡറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആപ്പിൾ പൈ ഓർഡർ ആണ്. ഓക്കെ, ഇനി അടുത്ത ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നസീറ? To work beyond one's own capacity. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇനി നമ്മൾ അടുത്തത് ബേൺ അവർ ഫിംഗേഴ്സ് ആണ്. ബേൺ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേൺ ഫിംഗേഴ്സ്? ഹാം വൺ സെൽഫ്, ഒന്ന് പരിക്കേൽക്കുക. ടു സഫർ കോൺസിക്വൻസ് ഓഫ് വൺസ് ആക്ഷൻ, ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ പരിക്കേൽക്കുക, അല്ലെങ്കിൽ ഒരു ഫലം, തിക്തമായിട്ടുള്ള ഒരു ഫലം അനുഭവിക്കേണ്ടി വരിക, ഫലം അനുഭവിക്കേണ്ടി വരിക. ഓക്കെ, ഇനി ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് ഹാൻഡ്സ്, ഒരു മെഴുകുതിരി എടുക്കുക, ക്യാൻഡിൽ, അതിൻ്റെ ഇപ്പുറത്തും കത്തിച്ചാൽ എന്താ കാര്യം? ഒരു കാര്യമില്ല, വേസ്റ്റ് ആയി പോകും. അപ്പോൾ എനർജി വേസ്റ്റ് ചെയ്യുന്നതിനെയാണ് വേസ്റ്റ് മീൻസ് എനർജി, ദാറ്റ് ഈസ് ബേൺ കാൻഡിൽ അറ്റ് ബോത്ത് ഹാൻഡ്സ്. അപ്പോൾ ബേൺ വെച്ചിട്ട് നമ്മൾ 3 പഠിച്ചു. തൊട്ട് മുമ്പ് പഠിച്ച ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. എന്താണ് ആദം ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ? Work beyond one's own capacity. ബിയോണ്ട് അല്ല, വർക്ക് ബിയോണ്ട് വൺസ് ഓൺ കപ്പാസിറ്റി. ബേൺ ഫിംഗേഴ്സ്, To harm oneself. ടു ഹാം വൺ സെൽഫ്. നമ്മുടെ കൈ ഇപ്പോൾ ബേൺ ഫിംഗേഴ്സ്, നമ്മൾ കൈ പൊള്ളി പോവുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി, ആ ബിസിനസ് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ അത് തകർന്നു പോയി, അപ്പോൾ നമ്മൾ പറയും ബേൺഡ് ഫിംഗേഴ്സ്. നമ്മളെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് നമുക്ക് തിരിച്ചടിയായിരുന്നു. ഓക്കെ, ഇനി ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? Waste one's energy. വേസ്റ്റ് വൺസ് എനർജി. ഓക്കെ, ഇനി ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്, ഈസിലി ഫ്രൈറ്റൻഡ് ഓർ കൊവാർഡ്ലി. അയ്യോ അല്ലല്ലോ, ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് അതല്ലല്ലോ, മീനിങ് മാറിപ്പോയിട്ടുണ്ട്. ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് ഒരേപോലെ ഇരിക്കുക എന്നാണ് തോന്നുന്നുണ്ട് എൻ്റെ അർത്ഥം. ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് ഒരുപോലെ ഇരിക്കുക എന്നാണ് തോന്നുന്നുണ്ട്. ലുക്ക് ലൈക്ക് സെയിം എന്നാണ് കേട്ടോ, ഇത് തെറ്റാണ് ഇവിടെ എഴുതിക്കുന്നത്. ലുക്ക് ലൈക്ക് സെയിം, ഒരുപോലെ ഇരിക്കുക എന്നാണ് ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. ഇപ്പം നമ്മൾ ഒരാളെ കണ്ടിട്ട് പറയാണ് ഹീസ് എ ചിപ്പ് ഓഫ് ഓൾഡ് ബ്ലോക്ക് ടു ഹിസ് ഫാദർ. അവൻ്റെ അച്ഛൻ്റെ അതേപോലെയാണ് ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്, ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു കഷ്ണം വെട്ടിയെടുത്തതുപോലെ, അത്രയും സാമ്യമുള്ളത്, വെരി റിസംബിളൻസ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ലുക്ക് ലൈക്ക് സെയിം ഓർ റിസംബിൾഡ് ഓക്കെ എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഈസ് ഡിസ്കറേജ്, നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ നെഗറ്റീവ് എനർജി തരുന്ന ആൾക്കാരാണ് വെറ്റ് ബ്ലാങ്കറ്റ്. ബോറിംഗ് പേഴ്സൺ, ദാറ്റ് ഈസ് വെറ്റ് ബ്ലാങ്കറ്റ്. ഓക്കെ, അറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇൻ ഡേഞ്ചർ. ബിസിനസ് എങ്ങനെയുണ്ട്? ബിസിനസ് അറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ് അപകടത്തിലാണ്. ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി എക്സ്പെൻസീവ്, ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ്. ഓക്കെ, അപ്പോൾ ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ ആം എന്ന് പറഞ്ഞാൽ കൈ, ലെഗ് എന്ന് പറഞ്ഞാൽ കാല്. നമ്മൾ ചില സാധനം മേടിച്ചാൽ
കയ്യും കാലും അവിടെ മുറിച്ച് കൊടുത്തിട്ട് വരേണ്ടി വരും, കാരണം ബിക്കോസ് സച്ച് ആൻ എക്സ്പെൻസീവ്. ഓക്കെ, അപ്പൊ സൂര്യ എന്താണ് ആമന്റെ ലെഗ് എന്ന് പറഞ്ഞാൽ? എന്താണ് സർ? ആമന്റെ ലെഗ് വെരി എക്സ്പെൻസീവ്. എന്തെങ്കിലും സാധനം മേടിക്കാൻ പോയിട്ട് കയ്യും കാലും മുറിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ വരും ഇല്ല, ചില സ്ഥലത്ത് അത് പോയാൽ. എല്ലാളും കൂട്ടിയേ പോലുള്ളൂ. ചെറിയ എന്താ പറയാ, ആരെ കൂട്ടിയിട്ട്? അല്ല, ഉള്ളവരെയും കൂട്ടിയിട്ട് പോവലല്ലോ, ഓ അത് ഒറ്റയ്ക്ക് ശരി, പോവല്ല. കൊള്ളാം. അപ്പോ അറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ. വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? A person who is discouraged, boring, dull person. ബോറിംഗ് ഡൾ പേഴ്സൺ അല്ലേ? വെരി ഗുഡ്, ഓക്കെ, താങ്ക് യു. ഇനി ഹിറ്റ് ബിലോ ദ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബെൽറ്റ് അരയൊക്കെ ഇടുന്ന സാധനമാണ്, അതിന്റെ താഴേക്ക് ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ഫൗളാണ്. അപ്പോൾ ഇത് ശരിക്കും എനിക്കൊന്ന് കരാട്ടെ, മാർഷൽ ആർട്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇടിയമായിരിക്കാം. അവിടെ ഫൈറ്റിംഗ് നടക്കുമ്പോൾ ബെൽറ്റിന്റെ താഴേക്ക് ഇടിക്കാൻ പാടില്ല, ബിക്കോസ് അത് മർമ്മമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അത് ഫൗൾ അങ്ങനെ ചെയ്താൽ. ഹിറ്റ് ബിലോ ദ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു ഫൗൾ ആയിട്ടുള്ള ആക്ടിവിറ്റി, ഒരു അൺഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്തു, അപ്പോൾ നമുക്ക് പറയാം കള്ളക്കളി കളിക്കുക. നമ്മൾ മലയാളത്തിൽ പറയില്ല, കള്ളക്കളി കളിച്ചാൽ പറയും ഹിറ്റ് ബിലോ ദ ബെൽറ്റ്, അത് അവൻ ബെൽറ്റിന് താഴെ ഇടിച്ചു. ഓക്കെ, വാട്ട് ഈസ് കൗച്ച് പൊട്ടാറ്റോ? കൗച്ച് പൊട്ടാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട്, ലേസി പേഴ്സൺസ് ഹു യൂഷ്വലി സ്പെൻഡ്സ് ടൈം വാച്ചിങ് ദ ടെലിവിഷൻ. ഫുൾ ടൈം ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് കൗച്ച് പൊട്ടാറ്റോ. കൗച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന സോഫയില്ലേ, സോഫ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന കട്ടിൽ പോലത്തെ സംഭവം, അതാണ് കൗച്ച്. അതിൻ്റെ മുകളിൽ പൊട്ടാറ്റോ തിന്നിട്ട് ഇരിക്കുക, പൊട്ടാറ്റോ ചിപ്സ് തിന്ന് ഇരിക്കുന്നതിനെ നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. അപ്പോൾ കൗച്ച് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ മടിയൻ, അലസൻ. ഹിറ്റ് ദ ജാക്ക്പോട്ട് എന്ന് പറഞ്ഞാൽ, ജാക്ക്പോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ലോട്ടറിയാണ്. ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്ടഡ് വിക്ടറി. എന്താ പറയുക, സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് വിജയം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഹിറ്റ് ദ ജാക്ക്പോട്ട്. ഓക്കെ, ഭവ്യ, ഹിറ്റ് ബിലോ ദ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? Act unfairly in a contest. ഓക്കെ, കൗച്ച് പൊട്ടാറ്റോ? A lazy person who ഹിറ്റ് ദ usually ജാക്ക്പോട്ട്. to get an unexpected victory. ഓക്കെ, കൗച്ച് പൊട്ടാറ്റോ? A lazy person who usually spend time on watching television or TV. വെരി ഗുഡ്, എക്സലന്റ്. ഇനി അടുത്തത് ബാർക്ക് അപ്പ് ദ റോങ് ട്രീ. നിങ്ങൾ ആലോചിക്കുക, ഒരു പോലീസ് നായനെ മനസ്സിൽ കാണാം, എന്നിട്ട് പോലീസ് നായ കള്ളനെ പിടിക്കാൻ പോകും. അപ്പോൾ ഒരു മരം ഇവിടെ ഉണ്ട്, ഒരു മരം ഇവിടെ ഉണ്ട്. ഈ മരത്തിൻ്റെ മുകളിൽ, കൊമ്പിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചപ്പിൻ്റെ ഉള്ളിൽ കള്ളൻ ഒളിച്ചിരിപ്പുണ്ട്. നമ്മളെ പോലീസ് നായ പോയിട്ട് ഈ മരത്തിൻ്റെ ചോട്ട് പോയിട്ടാണ് കുരയ്ക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റായ വിവരത്തിനനുസരിച്ചായിരിക്കും പോലീസ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, കാരണം തെറ്റായ വിവരം അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ട്രൈങ് ടു ഡു സംതിങ് ഇൻ എ വേ ദാറ്റ് വിൽ നോട്ട് വർക്ക്. തെറ്റായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. ബാർക്ക് അപ്പ് ദ റോങ് ട്രീ. ബാർക്ക് അപ്പ് ദ റോങ് ട്രീ, തെറ്റായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. ഇപ്പം നിങ്ങൾ ഈ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്, ഇത് നിങ്ങളുടെ സിലബസ് അല്ലാന്ന് വിചാരിക്കും, വേറെ ആരുടെയെങ്കിലും സിലബസ് ആണ്. ഇഫ് ഐ എം ടേക്കിംഗ് ദ സിലബസ് ഫോർ വേറെ ഏതെങ്കിലും കോഴ്സിൻ്റെ ആണ്, നിങ്ങളെ പറ്റിക്കുന്ന പോലെ എടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പറയാം ആക്ച്വലി ഐ എം ഡൂയിങ് ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. ഓക്കെ, തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ തെറ്റായ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. യു ആർ ബാർക്കിംഗ് അപ്പ് ദ ട്രീ. ഓക്കെ, അപ്പോൾ ബാർക്ക് അപ്പ് ദ ട്രീ എന്ന് പറഞ്ഞാൽ തെറ്റായ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുക. ഇനി എ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീനിനെ പിടിച്ച് പുറത്തിട്ട് കഴിഞ്ഞാൽ അത് പിടച്ച് അതിന് അവിടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു അനുഗുണമല്ലാത്ത സാഹചര്യത്തിൽ എത്തിപ്പെടുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഐ എം ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് ദി വാട്ടർ, അല്ലേ ഭവ്യ? നമ്മളോട് സപ്പോർട്ടീവ് അല്ലാത്ത, നമുക്ക് അനുഗുണമല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ അത്തരത്തിൽ പെട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പെട്ടുപോകുമ്പോൾ, എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി എവിടെയെങ്കിലും നമ്മൾ ചെന്ന് പെട്ടുപോവുകയാണ്, നമുക്ക് തീരെ ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല, then you can say that I am like a fish out of water. I am like a fish out of the water എന്ന് പറയാൻ സാധിക്കും, അല്ലേ? ഓക്കെ, വിളിക്കാത്ത പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെമ്മറബിൾ ഡേ, വെരി ഇമ്പോർട്ടൻറ്റ് ഡേ. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു വേർഡാണ് റെഡ് ലെറ്റർ ഡേ. വളരെ സുപ്രധാനമായിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ദിവസത്തെയാണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുക. അത് ഓർക്കാൻ എളുപ്പമല്ലേ? നമ്മളെ കലണ്ടറിലെ പ്രധാനപ്പെട്ട ദിവസമൊക്കെ അല്ലേ? നിങ്ങൾക്ക് പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സൂര്യ, പിന്നെ ഈ ചുവന്ന അക്ഷരത്തിൽ എഴുതിയ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, സൂര്യയെ കാണുമ്പോൾ ഒരു കുളിരാണ്. പണിക്ക് പോകണ്ടല്ലോ, ഒരു ദിവസത്തെ ഒരു കൊല്ലം മൊത്തം എണ്ണും എത്ര ചുവന്ന അക്കൗണ്ട് എന്നുള്ളത്. അപ്പൊ അതപ്പോൾ എന്തായാലും മെമ്മറബിൾ ഡേ ആയിരിക്കും, അല്ല സൂര്യ? ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്നാണ് സൂര്യ. അതേന്ന്, കൊള്ളാം. യെസ്. ഇനി ബീറ്റ് അബൌട്ട് ദ ബുഷ് അല്ലെങ്കിൽ ബീറ്റ് അറൗണ്ട് ദി ബുഷ്.
പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുക, ഉത്തരത്തിലേക്ക് വരാതെ വെറുതെ ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞുകൊണ്ട് നിൽക്കുക, അതിനെയാണ് ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറയുക. ചില ആൾക്കാർ അങ്ങനെയാണ് സംസാരിക്കുമ്പോൾ ഡിസ്കസിങ് മാറ്റർ വിതൗട്ട് കമ്മിങ് ടു ദ പോയിന്റ്. ചില രാഷ്ട്രീയ പ്രസംഗമൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ചിലപ്പോൾ ഒരു ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ടാവില്ല. ചീഫ് ഗസ്റ്റ് എത്തുന്നതിന് മുമ്പ് മൂപ്പര് സ്വാഗതം പറഞ്ഞ് തുടങ്ങും ചെയ്ത് ചീഫ് ഗസ്റ്റ് അങ്ങോട്ട് വന്നതുമില്ല. എന്ത് ചെയ്യണം? ചീഫ് ഗസ്റ്റ് വരുന്നവരെ ഇത് നീട്ടണം. ആരെങ്കിലും വന്നിട്ട് എഴുതി കൊടുക്കും, ചീഫ് ഗസ്റ്റ് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ രണ്ടു വാക്ക് കൂടുതൽ സംസാരിക്കണം എന്ന്. അപ്പോൾ പിന്നെ മൂപ്പര് എന്ത് ചെയ്യും? ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ്, ബീറ്റിംഗ് അബൌട്ട് ദി ബുഷ് അല്ലേ? 1947 ഇവിടെ എന്ത് സംഭവിച്ചു? പിന്നെ അങ്ങോട്ട് തുടങ്ങും. പോയിന്റിലേക്ക് വരുമോ? ഇല്ല. പിന്നെ അങ്ങനെ പോയി പല മേഖലയിലേക്കൊക്കെ കൊണ്ടുപോയി പിന്നെ ഗസ്റ്റ് വരുന്ന കാണുമ്പോൾ വേഗം പോയിന്റിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ബീറ്റ് അബൌട്ട് ദി ബുഷ്, ഡിസ്കസ് എ മാറ്റർ വിതൗട്ട് കമ്മിങ് ടു ദ പോയിന്റ്, ദാറ്റ് ഈസ് ബീറ്റ് അബൌട്ട് ദി ബുഷ്. നെക്സ്റ്റ്, ക്രീം ഓഫ് ദ ക്രോപ്പ്. നിങ്ങളെ പറ്റിയിട്ട് ഒരാൾ പറയും, യു ആർ ദ ക്രീം ഓഫ് ദ ക്രോപ്പ്. ഓക്കെ, ആദമിനെ വിളിച്ചിട്ട് പറയാണ്, ആദം യു ആർ ദ ക്രീം ഓഫ് ദ ക്രോപ്പ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആദം ഈസ് ദ ബെസ്റ്റ് ഓഫ് ദ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ ഏറ്റവും ബെസ്റ്റ് അയാൾ ആദമാണ് എന്ന് തോന്നിയാൽ എനിക്ക് പറയാൻ പറ്റും ആദം ഈസ് എ ക്രീം ഓഫ് ദ ക്രോപ്പ്. അപ്പോൾ വി ഓൾ വാണ്ട് ടു ബി ദ ക്രീം ഓഫ് ദ ക്രോപ്പ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ക്രീം ഓഫ് ദ ക്രോപ്പ് ആവണം അല്ലേ? നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ, നമ്മൾ പഠിക്കുന്ന ക്ലാസ്സിൽ, നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഏറ്റവും നല്ലൊരാൾ നമ്മളാവണം. സോ യു വാണ്ടഡ് ടു ബി cream of the crop, the best of the particular group, the best of the particular cream of the crop group, sorry, crop, cream of the crop. അടുത്ത crocodile tears, മുതലക്കണ്ണീര് അല്ലേ? ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ എന്ത് വന്നാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, അഭിനയം അല്ലേ? സെറീന അവിടെ ചിരിക്കുന്നുണ്ടല്ലോ. ചില ആൾക്കാർ അങ്ങനെയാണ്, മുതലക്കണ്ണുനീര് അല്ലേ? ആത്മാർത്ഥതയില്ലാത്ത കരച്ചില്. ടിയേഴ്സ് ഓഫ് സോറോ ദാറ്റ് ആർ ഇൻസിൻസിയർ ആയിട്ടുള്ള ദുഃഖത്തിന്റെ കണ്ണുനീർ, തീരെ ആത്മാർത്ഥതയില്ലാത്ത ടിയേഴ്സ് ഓഫ് സോറോ ദാറ്റ് ആർ ഇൻസിൻസിയർ. ഭവ്യ, എന്താ ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറഞ്ഞാല്? Discuss a matter without coming to the point. Discuss a matter without coming to the point. Cream of the crop. The best of a particular group. The best of the particular group. Crocodile tears. Tears of sorrow that are insincere. Just a minute. ഹലോ, ഹായ് നൗഷാദ്. ഞാനിപ്പോൾ ലൈവിലാണ്, ഞാൻ പിന്നീട് റിപ്ലൈ തരാം. ഓക്കെ, യെസ്, ക്രോക്കോഡൈൽ ടിയേഴ്സ്. ഓക്കെ, ഇനി ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്ത് ഈ ബ്ലാക്ക് ഷീപ്പ്? എ മെമ്പർ ഓഫ് ഫാമിലി ഓർ ഗ്രൂപ്പ് ഹൂ ഇസ് റിഗാർഡ് ആസ് എ ഡിസ്ഗ്രേസ് ടു ഇറ്റ്. ഒരു കുടുംബത്തിൽ അല്ലെ ഒരു സമൂഹത്തിൽ അവിടെ യോജിക്കാത്ത ഒരാളെ നമുക്ക് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയാം. അപ്പം നിങ്ങൾ മനസ്സിലിങ്ങനെ ചിന്തിച്ചാൽ മതി, കുറേ വെള്ള ആടുകൾ, അതിൻ്റെ ഇടയിൽ ഒരു കറുത്ത ആട്. അപ്പം ആ കൂട്ടത്തിൽ കൊള്ളാത്ത ഒരാളാണല്ലോ അത് അല്ലേ? ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ മോശമായ ഒരാൾ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ കുറേ ആൾക്കാരുണ്ട്, ആ കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത ഒരുത്തരുണ്ടെങ്കിൽ ഹി ഈസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അപ്പോൾ എ മെമ്പർ ഓഫ് ഫാമിലി ഓർ ഗ്രൂപ്പ് ഹൂ ഈസ് റിഗാർഡഡ് ആസ് എ ഡിസ്ഗ്രേസ് ടു ഇറ്റ്. ഡിസ്ഗ്രേസ് ആയിട്ട്, അപമാനമായിട്ട് കരുതുന്ന വ്യക്തി, ഡിസ്ഗ്രേസ്. അടുത്തത് വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്. അതിൻ്റെ അർത്ഥം അറിയാത്താരുണ്ടാവുക? നസീറൊക്കെ അറിയില്ലേ? വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എൻ്റെ മലയാളം എന്ന് പറ. കഥയിലുള്ള വോൾഫാണത്. അതന്നെ, ആട്ടിൻ തോലിട്ട ചെന്നായ. ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന പ്രയോഗത്തിന് തുല്യമാണ് വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്. ഹിപ്പോക്രൈറ്റ്, അതായത് കപട വേഷധാരി. ആട്ടിൻ തോലിട്ട ചെന്നായി, വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്. ചില ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര മാന്യന്മാരായിരിക്കും, പക്ഷെ വേറൊരു സ്വഭാവം അവർക്ക് ഉണ്ടാവും. സോ ദോസ് കൈൻഡ് ഓഫ് പേഴ്സൺസ് ക്യാൻ ബി കോൾഡ് വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്. ഇനി ബി ഓൺ ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൗഡ് 9. ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഓക്സിലറി ആവാം, ഈസ്, ആം, ആറ്, വാസ്, വേറൊക്കെ ആവാം. അപ്പം ഞാൻ പറയാണ് ഐ ആം ഓൺ ക്ലൗഡ് 9. ഞാൻ വളരെ ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്, എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. അതാണ് എൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ഒക്കെ ജോലിയൊക്കെ കിട്ടുമെന്നില്ലേ, റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമോ, നിങ്ങൾക്ക് ഒരു അഡ്വൈസ് വരികയാണ് വീട്ടിലേക്ക്, then you will be on cloud 9. നിങ്ങളൊരൊറ്റ പൊന്തല സന്തോഷം കൊണ്ട്. എന്നിട്ട് 9ാമത്തെ മേഘത്തിൻ്റെ മുകളിൽ പോയിരിക്കും അല്ലേ? ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം. 9ാമത്തെ മേഘത്തിൻ്റെ മുകളിൽ അമ്മാതിരി പറന്നു പോകും സന്തോഷം കൊണ്ട് എന്ന് ചിന്തിച്ചാൽ മതി.
ഒരാൾ പറയാണ് ഐ ആം ഓൺ ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്താണ് സൂര്യ അതിന്റെ അർത്ഥം? To be extremely happy and excited. Yes, to be extremely happy എന്നാ അല്ലേ? ലിസ്റ്റ് തീരുന്നില്ലല്ലോ, കുറെ ചോദ്യം ചോദിക്കണ്ടേ. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ. ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അല്ലേ? അപ്പോൾ ഈ ഹോട്ട് വാട്ടർ എന്നുള്ളത് ട്രബിളിനെ സൂചിപ്പിക്കുന്നതാണ്. ഗെറ്റ് ഇൻ ടു ട്രബിൾ, ഒരു പ്രതിസന്ധിയിൽ പെട്ടുപോവുക. ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക്, എനി പോസിബിൾ മീൻസ്, ഏതു വിധേനയും, ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക്. ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്, രണ്ടറ്റവും മുട്ടിക്കുക. നമ്മുടെ ജീവിതത്തിൽ അല്ലേ, ടു ഹാവ് ജസ്റ്റ് ഇനഫ് മണി ടു പേ ഫോർ ദ തിങ്സ് ദാറ്റ് യു നീഡ്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള പണം ഉണ്ടാവുക, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതാണ് ടു ഹാവ് ജസ്റ്റ് ഇനഫ് മണി എന്ന് പറയുന്നതിനെയാണ് ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പഠിച്ച ഈ 3 വാക്കുകൾ ഏതൊക്കെയാ ഭവ്യ? ഒന്ന് പറഞ്ഞേ. Get into hot water. By hook or by crook. To make both ends meet. ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ? Any possible means. ഏത് വിധേനയും അല്ലേ? Good. Okay, thank you. ഇനി അടുത്തത് വൈറ്റ് എലിഫന്റ്. എന്താ ഈ വൈറ്റ് എലിഫന്റ്? ആൻ എക്സ്പെൻസീവ് ഐറ്റം ദാറ്റ് ഇസ് ട്രബിൾസം ഓർ യൂസ്ലെസ്. നമ്മൾ വീട്ടിലൊക്കെ ചില വസ്തുക്കൾ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിച്ചു വെക്കും, 5 പൈസ ഗുണം ഉണ്ടാവില്ല. അങ്ങനെയുള്ളതിനെ വൈറ്റ് എലിഫന്റ് എന്ന് പറയും. വീട്ടിൽ സ്ഥലം മുടക്കിയായിരിക്കുന്ന ഒരു ഗുണമില്ലാത്ത, എന്നാൽ ഒരുപാട് തുക നൽകിക്കൊണ്ട് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന, നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടാകും അല്ലെ? അപ്പുറത്തെ വീട്ടിലുണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മൾ ചിലത് വാങ്ങിച്ചു വെക്കും. അവിടെ ഉണ്ട്, അതുകൊണ്ട് നമ്മളെ വീട്ടിലും വേണം, പക്ഷെ അത് യൂസ്ഫുൾ ആണെന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ്സ് വൈറ്റ് എലിഫന്റ് അല്ലേ? അതും ഓക്കെ. ഇനി നെക്സ്റ്റ് മദർ വിറ്റ്. മദർ വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? നാച്ചുറൽ കോമൺ സെൻസ് ആണ്. കോമൺ സെൻസിനെയാണ് മദർ വിറ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ. വാട്ട് ഈസ് ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ? ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ പിടി, ഫ്ലൈ ഓഫ് എന്ന് പറഞ്ഞാൽ ഊരിപ്പോവുക, പിടി ഊരിപ്പോവുക. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, എനിക്കെൻ്റെ പിടി വിട്ടുപോയി, എനിക്ക് പിടുത്തം വിട്ടു. ഈ കത്തിയുടെ പിടിയില്ലേ, കത്തിയുടെ പിടി, ദാറ്റ് ഈസ് ദ ഹാൻഡിൽ ഓഫ് ദ നൈഫ്. ഒരു നൈഫിൻ്റെ ഹാൻഡിലില്ലേ, നമ്മളിത് വെട്ടുന്ന സമയത്ത് അതിൻ്റെ ഹാൻഡിൽ ഊരിപ്പോയി അങ്ങനെ ഉണ്ടാവും, ഇവിടെ നിന്ന് അപകടമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ പിടുത്തം വിട്ടുപോയാലും അതും അപകടകരമാണ്. അപ്പോൾ ലൂസ് സെൽഫ് കൺട്രോൾ എന്നാണ്. ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ കത്തിയിട്ട് പിടി ഊരിപ്പോകല, നമ്മുടെ പിടി ഊരിപ്പോകലാണ്, നമ്മുടെ പിടുത്തം വിടലാണ്. ലൂസ് സെൽഫ് കൺട്രോൾ ഓർ ബിക്കം അൺകൺട്രോളബിളി ആംഗ്രി. ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. ഓക്കെ, നസീറ എന്താ ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ? Lose self-control or to become uncontrollably angry. ഇങ്ങനെ എപ്പോഴും സംഭവിക്കാറുണ്ടോ? ഇടക്ക് അല്ലേ? ഓക്കെ. മദർ വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നസീറ? Natural common sense. നാച്ചുറൽ കോമൺ സെൻസ്. വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാൽ? An expensive item that is troublesome or useless. ഗുഡ്. ഇത് കഴിഞ്ഞില്ലേ? 3 സ്ലൈഡും കൂടി ഉണ്ട്. നെക്സ്റ്റ് വൈൽഡ് ഗൂസ് ചേസ്. വൈൽഡ് ഗൂസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാട്ടുകോഴിയില്ലേ, കാട്ടുകോഴി. അതിനെ ചേസ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ആദമേ? കാട്ടുകോഴിനെ ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഇല്ല സാർ. ഇല്ല. വൈൽഡ് ഗൂസ് ചേസിന് കാട്ടുകോഴിനെ കണ്ട വിചാരിക്കും ഒപ്പം കിട്ടുന്നു. നമ്മളെ സാധാരണ കോഴിനേക്കാളും പഞ്ചപാവ കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ അതിൻ്റെ പുറകെ പോയാൽ പിടിക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില സമയത്ത് സെർച്ച് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺസക്സസ്ഫുൾ ആൻഡ് വേസ്റ്റ് ഓഫ് ടൈം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും, വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും, ഒരു ഗുണം ഉണ്ടാവില്ല. സോ at that situation we can say it was a wild goose chase. എന്താണ്? വിഫല ശ്രമമാണ്. അപ്പം മലയാളത്തിലെ വിഫല ശ്രമം എന്നതിന് തുല്യമാണ് വൈൽഡ് ഗൂസ് ചേസ്. ഇനി ഗൂസ് വെച്ചിട്ട് വേറൊരെണ്ണമുണ്ട്, കുക്ക് സംബഡീസ് ഗൂസ്. വേറെ ആരെങ്കിലും ഗൂസിന് നമ്മൾ കറി വെക്കുക. ഗൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താറാവ് അല്ല കോഴിയായി വാത്ത് അല്ലേ? അയൽവക്കത്തുള്ള ചങ്ങായിൻ്റെ ഗൂസിനെ കൊണ്ട് നമ്മൾ കറി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, കുക്ക് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഞാൻ പറയാം, ആദം കുക്ക്ഡ് ഭവ്യാസ് ഗൂസ്. ഭവ്യൻ്റെ ഗൂസ് ആദം കുക്ക് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താ? ടു സ്പോയിൽ സംവൺസ് പ്ലാൻസ് ആൻഡ് പ്രിവെൻറ്റ്സ് ദം ഫ്രം സക്സീഡ്. ആദം ഭവ്യക്ക് പാര വെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ മറ്റൊരാൾക്ക് പാര വയ്ക്കുമ്പോഴാണ് ഇംഗ്ലീഷിൽ കുക്ക് ഗൂസ് എന്ന് പറയുക. ഐ കുക്ക്ഡ് ആദംസ് ഗൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദമിന് പാര വെച്ചു എന്നാണ്. ഓക്കെ, ആദമിൻ്റെ ഏതെങ്കിലും ഒരു ശ്രമത്തെ ഞാൻ തടസ്സപ്പെടുത്തി, പരാജയപ്പെടുത്തി എന്നാണ്. നെക്സ്റ്റ് ടൂത്ത് ആൻഡ് നെയിൽ.
ടൂത്ത് ആൻഡ് നെയിൽ, പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പണ്ട് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫ്യൂരിയസ്ലി ഓർ ഫിയേഴ്സ്ലി, വളരെ ശക്തമായി. ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറഞ്ഞാൽ ശക്തമായി, വിത്ത് ഓൾ ഓഫ് വൺ സ്ട്രെങ്ത്, എല്ലാവിധ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട്. രഞ്ജിനിയെ സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നില്ലേ? ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സൂര്യ വി ഏതാ ഇപ്പൊ നമ്മൾ പഠിച്ച 3 എണ്ണം എന്ന് പറഞ്ഞേ? A wild goose chase. A search that is completely unsuccessful and a waste of time. ഓക്കെ. Cook somebody's goose to spoil someone's plans and prevents them from succeeding. അടുത്തത് Tooth and nail. Furiously or fiercely, with all one's strength and effort. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി കോസ്റ്റ് ദി എർത്ത്. കോസ്റ്റ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആംസ് ആൻഡ് ലെങ്ത് ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞില്ലേ, കയ്യും കാലും മുറിച്ചു, അതേ മീനിങ്ങുള്ള വേറെ വേർഡാണ് വെരി എക്സ്പെൻസീവ്. കോസ്റ്റ് ദി എർത്ത്. നമ്മളൊരു കടയിൽ പോയി, ഇപ്പോൾ ബബ്യ ഹസ്ബൻഡും കൂടെ കടയിൽ പോയി. ബബ്യ പറയണ, ചേട്ടാ ആ ചുരിദാർ അത് എനിക്കൊന്ന് വാങ്ങിച്ചാലോ എന്ന് പറയും. അപ്പോൾ ചേട്ടൻ പറയണത് നോ 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 ഇറ്റ് കോസ്റ്റ്സ് ദ എർത്ത്. അത് വാങ്ങിക്കാൻ പറ്റില്ല, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭൂമി മുഴുവൻ കൊടുക്കേണ്ടി വരും. കോസ്റ്റ് ദി എർത്ത്, ഭൂമിയോളം വില, അത് വെരി എക്സ്പെൻസീവ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഓക്കെ ഓക്കെ. ബബിയ എപ്പോഴും പോയിട്ടുണ്ടോ അങ്ങനെ ഷോപ്പിങ്ങിന്? അപ്പൊ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല സർ. ഇല്ല, പാവം, നല്ല ഹസ്ബൻഡാണ്. ഇനി ദ സാൾട്ട് ഓഫ് ദി എർത്ത്. എന്താ ഈ സാൾട്ട് ഓഫ് ദി എർത്ത്? സാൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് ആൻഡ് ഹോണസ്റ്റ് പേഴ്സൺസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നല്ല വിശ്വസ്തരായിട്ടുള്ള നല്ല മനുഷ്യന്മാർ. സാൾട്ട് ഓഫ് ദി എർത്ത് ഒരാളെ കുറിച്ച് പറയണം, ഹീസ് എ സാൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറയാം. ഓക്കെ. ഇനി 40 വിങ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്ലീപ്പ്. 40 വിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷോർട്ടായിട്ടുള്ള ഉറക്കം, എസ്പെഷ്യലി ഡ്യൂറിങ് ദ ഡേ സമയത്ത്. നാപ്പ് എന്ന് പറയില്ല നമ്മൾ, ഉച്ചമയക്കം. അതിനെയാണ് നമ്മൾ 40 വിങ്സ് എന്ന് പറയുക. എന്താണ് ആദം 40 വിങ്സ്? ഉച്ചമയക്കം സർ. നേരത്തെ ക്ലാസ്സിൽ ഇതിന്റെ ആദ്യത്തെ ഭാഗം ആന്റണിംസ് ആൻഡ് സിനോണിംസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ കുറെ ആൾക്കാർ 40 വിങ്സിനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ ആദം, അപ്പൊ നമ്മൾ അടുത്ത വേർഡ് ടേൺ എ ഡെഫ് ഇയർ. എന്താ ടേൺ എ ഡെഫ് ഇയർ എന്ന് പറഞ്ഞാൽ ആദം? To ignore or refuse to listen to someone. യെസ്, ഒരാൾ പറയുമ്പോൾ ചെവി കൊള്ളാതിരിക്കുക, അതിനെയാണ് ടേൺ എ ഡെഫ് ഇയർ എന്ന് പറയുന്നത്. ഡഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചെവി കേൾക്കാത്ത. ഡഫ് ഇയർ എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത അല്ലെ, ചെവി. ബധിരനായ ആളുടെ ചെവി, അല്ലെങ്കിൽ കേൾക്കാത്ത ചെവി, ടേൺ. അപ്പൊ നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഞാൻ ചെവി ഇങ്ങനെ തന്നു, പക്ഷെ തരുന്ന ചെവി ഡഫ് ആണെങ്കിലോ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കോ? ഇല്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു പരിഹാസം എന്ന് പറയുന്നതിനകത്തുള്ള ഒരു എന്താ പറയാ ഇന്നർ മീനിങ്. ഇഗ്നോർ, അവഗണിക്കുക എന്നാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? യു ടേൺ ടു ഡെഫ് ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങളത് അവഗണിച്ചു, ഇഗ്നോർ ചെയ്തു. ഇനി ബ്ലാക്ക് ആൻഡ് ബ്ലൂ. വാട്ട് ഈസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ? ബ്രൂയിസ്ഡ്, പരിക്കേൽക്കുക, ഏതർ ഫിസിക്കലി ഓർ ഇമോഷണലി. ഈ എവിടെയും നമ്മളെ കയ്യിലെ കാലിലൊക്കെ പരിക്കേറ്റൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമുക്ക് അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കല്ലച്ചിരിക്കും. അങ്ങനെ കല്ലച്ചിരിക്കുക. ഓക്കെ, കല്ലച്ചിരിക്കുക, നീലിച്ചിരിക്കുക. ചിലപ്പോൾ അടി കിട്ടിയ സ്ഥലത്ത് നീലിച്ചിരിക്കുക. അതിനെയാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയാം. ചില സമയത്ത് നമ്മൾ ഇമോഷണലി, നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞു, അതെനിക്ക് ഭയങ്കര മാനസികമായ വേദനയുണ്ടായി. അപ്പോൾ മൈ മൈൻഡ് ഈസ് ഇൻ എ ബ്ലാക്ക് ആൻഡ് ബ്ലൂ സിറ്റുവേഷൻ. എൻ്റെ മനസ്സ് ആ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആയിപ്പോയി. അങ്ങനെയും പറയാം. നോർമലി ഇത് പരിക്കേൽക്കുമ്പോൾ, കയ്യോ കാലിലോ പരിക്കേൽക്കുമ്പോൾ നീലിച്ചു പോകുന്നതിനാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട, റിട്ടൺ ഫോം. അത് നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, റിട്ടൺ ഫോം. എഴുതപ്പെട്ട രൂപത്തിലുള്ള ഡോക്യുമെൻസിനെയാണ്, റിട്ടൺ ഫോമിലുള്ള ഡോക്യുമെൻസിനെയാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞു. നമ്മൾ കുറേ ഏറെ ഇഡിയംസുകൾ ഡിസ്കസ് ചെയ്തു പോയി. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ വെറുതെ ഒന്ന് റിവൈസ് ചെയ്യാം, അത് ഓടിച്ച് പറഞ്ഞു പോകാം, എന്നിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. കുറേ ചോദ്യം ചെയ്യാം നമുക്ക്. നമ്മളിന്ന് ആദ്യം പഠിച്ചത് ആപ്പിൾ പൈ ഓർഡർ, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, ബേൺ ആർ ഫിംഗേഴ്സ്, ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്, chip of the old block, wet blanket, at stake, at an arm and a leg, hit below the belt,
couch potato, hit the jackpot, bark up the wrong tree, a fish out of the water, red letter day, beat about the bush, cream of the crop, crocodile tears, black sheep, wolf in sheep's clothing, beyond cloud nine, get into hot water, by hook or by crook, to make both ends meet, a white elephant, mother witch, fly off the handle, a wild goose chase, cook somebody's goose, tooth and nail, cause the earth, the salt of the earth, 40 wings, turn out of fear, black and blue, in black and whites. കഴിഞ്ഞു. ചോദ്യം 1. ഓക്കെ, ആദ്യം തന്നെ നസീറ ക്ഷീണിച്ചോ? Yes. ക്ഷീണിച്ചു അല്ലേ? ഓക്കെ ഓക്കെ. He ഈ has ചോദ്യത്തിന് burned his fingers ഉത്തരം by പറഞ്ഞ വേഗം പറഞ്ഞു. attacking a constable. Burned his fingers by attacking a constable. കോൺസ്റ്റബിളിനെ അറ്റാക്ക് ചെയ്തിട്ട് burned his fingers. Got himself into trouble. ബേൺഡ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, നമുക്ക് തിരിച്ചടിയാവുന്ന ഒരു സംഗതി അല്ലേ? ഓക്കെ, ഗോട്ട് ഹിംസെൽഫ് ഇൻ ടു ട്രബിൾ ആണ് അല്ലേ? ഓക്കെ, Yes. അല്ലെങ്കിൽ പരിക്കേൽക്കുക എന്നൊരു ഇതുണ്ട്, പക്ഷെ ഇവിടെ ബേൺ ഇഞ്ചുറി തെറ്റാണ്. ബോൺ ഫ്രാക്ചർ തെറ്റാണ്. ഇതിൽ ഓപ്ഷൻ ഏതാ ശരി? Option B. അപ്പൊ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി, അത് പൊട്ടിപ്പോയി, അപ്പൊ ബേൺഡ് ഫിംഗേഴ്സ് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? ബിസിനസ് ട്രബിളായി, ബിസിനസ് പൊളിഞ്ഞു പോയി. ഓക്കെ, Yes. മനസ്സിലായോ നസീറ? ഓക്കെ അല്ലേ? Okay, okay. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ നസീറ. ഹി ഈസ് എ ഡാഷ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. Dash of the old block. ഹീസ് ദ Chip of the old block. Chip. ഹീസ് ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. അടുത്തത് എ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ മീൻസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? In an uncomfortable position. Option A. Yes, to be in an uncomfortable position. എവിടെ ഏതോ ഓപ്ഷൻ എയോ ബിയോ? A. എ ആണ്. Uncomfortable. അൺകംഫർട്ടബിൾ ആണ്. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് ആദം, 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. റെഡ് ലെറ്റർ ഡേ മീൻസ്. Red letter means, sir, option B, a memorable day. എ മെമ്മറബിൾ ഡേ. ഓപ്ഷൻ ബി, ഗുഡ്. 5ാമത്തെ ചോദ്യം. റെഡ് ലെറ്റർ ഡേ എക്സ്പ്ലോർ അപ്രോക്സിമേറ്റ്ലി മീൻസ്. A very important day. Option B. ഓപ്ഷൻ ബി, എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ. വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം. ബീറ്റ് അബൌട്ട് ദ ബുഷ് അപ്രോക്സിമേറ്റ്ലി മീൻസ്. It means, option D, speak in around about way. സ്പീക്ക് ഇൻ അറൗണ്ട് അബൌട്ട് വേ, അത് പരത്തി പറയാം. അതെ. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം. Find out the correct meaning of the cream of the crop. ഏതാ? Best of any group. Option A. ക്രീം ഓഫ് ദ ക്രോപ്പ്, ബെസ്റ്റ് ഓഫ് എനി ഗ്രൂപ്പ്. ഓപ്ഷൻ എ അല്ലേ? ഗുഡ്. ക്രീം ഓഫ് ദ ക്രോപ്പ് മീൻസ്. അടുത്ത ചോദ്യം 2000. ഇതൊക്കെ എത്ര തവണ ചോദിക്കുന്നത് നോക്കിയേ, പറഞ്ഞോ? A, best of any group. ബെസ്റ്റ് ഓഫ് എനി ഗ്രൂപ്പ്. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് ഭവ്യ. ക്രോക്കഡൈൽ ടിയേഴ്സ്. Crocodile tears are tears of happiness that are insincere. ഏതാ? Tears of sorrow that are D. ഡി ആണ്. ടിയേഴ്സ് ഓഫ് സോറോ, ദുഃഖത്തിന്റെ കണ്ണുനീരാണ്. ഇങ്ങനത്തെ ദുഃഖം D. ഇൻസിൻസിയർ ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആ ശരി. അടുത്തത് ബിവെയർ ഓഫ് ദ വോൾഫ് ഇൻ ഷീപ്പ് സ്കിൻ. Hippocrate. ഹിപ്പോക്രൈറ്റ്. A. Hippocrate. A. അല്ലേ? HY ആണ് അല്ലേ? ഹിപ്പോക്രൈറ്റ്. CRITE. ഹിപ്പോക്രൈറ്റ് അയ്യനല്ലേ? അതെ, ഹിപ്പോക്രൈറ്റ്. ചെക്ക് ചെയ്യട്ടെ, ലാസ്റ്റ് വൈ ആണെന്നൊരു ഡൗട്ട്. സാർ തന്നതിനകത്ത് HY ഇത് തന്നെയാണ് അല്ലേ? കാണിച്ച നോട്ടിനകത്ത്. ഇത് തന്നെയാ ഹിപ്പോക്രൈറ്റ്. ഓപ്ഷൻ എ ആണ് ശരി കേട്ടോ. ഇത് ശ്രദ്ധിക്കണേ, ഇത് മിസ്പെൽറ്റ് വേർഡ്സിൽ വരും കേട്ടോ. ഓക്കെ,
വെരി ഗുഡ്. 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറ. The people are in our society whose only aim in life to make money. Make money എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, ഏത് വിധേനയും. ഏതാ? by hook or by crook. അങ്ങനെ പറഞ്ഞെന്താ? ഏത് വിധേനയും. ഏത് വിധേനയും. അടുത്തത് 12ാമത്തെ ചോദ്യം. The phrase make make both ends meet എന്ന് പറഞ്ഞാൽ എന്താ? both ends meet. Live with one's income. Make both ends meet. ഒരാൾ Live within one's own income അല്ലേ? Live within one's income. ഓക്കെ, താങ്ക് യു. അതിനുള്ള വരുമാനം കൊണ്ട് ജീവിക്കുക, രണ്ടറ്റം മുട്ടിക്കുക അല്ലേ? ഓക്കെ, നസീറ. Yes, sir. ഹേ വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാൽ എന്താ? Useless one. യൂസ്ലെസ് വൺ അല്ലെ? യൂസ്ലെസ് ആൻഡ് യൂസ്ലെസ് മാത്രമാണോ? Expensive. അല്ലേ? പക്ഷെ ഓപ്ഷനിൽ എക്സ്പെൻസീവ് എന്നില്ല. യൂസ്ലെസ് ആൻഡ് എക്സ്പെൻസീവ് ആണ് എന്നാ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ്ലെസ് ഉള്ളൂ, അതുകൊണ്ട് അത് ശരി കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. മദർ വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? Natural common sense. യെസ്, ഓപ്ഷൻ ഡി, നാച്ചുറൽ കോമൺ സെൻസ്. ഇനി അടുത്ത് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. To lose one's temper. To lose one's temper. Good. അടുത്തത് 16. പിക്ക് ഔട്ട് ദ നിയറസ്റ്റ് ഇൻ മീനിങ്. ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? To lose one's temper. B option. Lose one's temper. ഓപ്ഷൻ ബി അല്ലേ? അതായത് ദേഷ്യം പിടിക്കുക, പിടിവിട്ടു പോവുക. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് ആദം. 17. A wild goose chase means. So option B, a foolish attempt. Foolish attempt അല്ലേ? വിഫലമായ ശ്രമം. 18. The meaning of the idiom to cook somebody's goose. Option D. That fails. Somebody's fail. Ensure that somebody fail. മറ്റുള്ളവരുടെ പരാജയം ഉറപ്പിക്കുക അല്ലേ? Yes. ഓക്കെ, ഇനി അടുത്ത്. What is the meaning of the idiom wild goose chase? Option D, a foolish and unprofitable attempt. അതെ, foolish and unprofitable attempt, വിഫലമായുള്ള ശ്രമം. ഓക്കെ, താങ്ക് യു. സോ ഭവ്യ 20. We shall fight tooth and nails for our rights. നമ്മുടെ റൈറ്റ്സിന് വേണ്ടി with all our power. യെസ്, ടൂത്തും നെയിലും ഉപയോഗിച്ച് പോരാടണം. വിത്ത് ഓൾ അവർ പവർ, മുഴുവൻ ശക്തി ഉപയോഗിച്ച് അല്ലേ? 21. ദ ഇഡിയം ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? With all the power. B. ഓപ്ഷൻ B. വിത്ത് ഓൾ ദി പവർ. ഗുഡ്. 22ാമത്തെ ചോദ്യം. Her saree cost the earth. Very costly. Is very costly. ഏതാ? ഓപ്ഷൻ എ. ഓക്കെ, ഇനി ഹെലൻ ഇൻ ദ സാൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? Helen is very salt of the earth. Honest ആയിരുന്നു സർ. ഹോണസ്റ്റ്, സത്യസന്ധൻ അല്ലേ? ഓക്കെ, യെസ്. നെക്സ്റ്റ് നസീറ. Jane turned a deaf ear to the advice of her parents means. Listen carefully to her parents. Listen carefully to her parents അല്ലേ? ആണോ? No. Did not pay attention to her parents. Yes, did not Option pay. D. Option D. അവർ പറഞ്ഞത് ചെവിക്കൊണ്ടില്ല. കൊണ്ടില്ല. ചെവിക്കൊള്ളാതിരിക്കുക. 25. Write one word for the phrase underlined. The son turned a deaf ear to his mother's advice എന്ന് പറഞ്ഞാൽ എന്താ? Negative. കേൾക്കാതിരിക്കുക, പരിഗണിക്കാതിരിക്കുക. Disregarded. ഡിസ്റിഗാർഡഡ്. മിസ് അല്ല കേട്ടോ, ഡിസ്റിഗാർഡഡ്. എന്താണ്? Disregarded. പരിഗണിക്കുക, കേൾക്കുക എന്നുള്ളതിന് റിഗാർഡ് എന്ന് പറയും. റിഗാർഡിന്റെ ഓപ്പോസിറ്റ് ഡിസ്റിഗാർഡ്. എന്താണ്? Disregarded. ഓക്കെ, വെരി ഗുഡ്. ഇനി 26ാമത്തെ ചോദ്യം. വാട്ട് ഈസ് എ ബ്ലാക്ക് ഷീപ്പ്? എന്താണ് നസീറ ബ്ലാക്ക് ഷീപ്പ്?
a disreputable member of a family or group. യെസ്, ഡിസ്റെപ്യൂട്ടബിൾ ആയ അല്ലെ, ഇഗ്നോമിനി ആയിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിൽ ചീത്തപ്പേരുണ്ടാക്കുന്നയാൾ, ഡിസ്റെപ്യൂട്ടബിൾ മെമ്പർ ഓഫ് ദ ഫാമിലി ഓർ ഗ്രൂപ്പ്, അങ്ങനത്തെ ആളാണ് ബ്ലാക്ക് ഷീപ്പ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി. 27 ദ ഫ്രേസ് ബ്ലാക്ക് ഷീപ്പ് മീൻസ്, ഇത് ആദം പറ. Sir, option C, misfit. ഇതിനകത്ത് യോജിക്കുന്നത് മിസ്ഫിറ്റ് അല്ലേ, നമ്മളൊരു ഗ്രൂപ്പിലോ ഒരു വീട്ടിലോ മിസ്ഫിറ്റ് ആയ ആൾ, അവിടെ യോജിക്കാതെ ചേരാത്ത ആൾ, ബ്ലാക്ക് ഷീപ്പ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇത് 2009 ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് തരുന്നത്, നോക്കണേ. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു വാക്ക് പോലും വെറുതെ അല്ല. ഓക്കെ, ആദ്യം അടുത്തത്. ഹിസ് ഫേസ് വാസ് ഡാഷ് ആഫ്റ്റർ സ്ട്രീറ്റ് ഫൈറ്റ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? Black and blue. ബ്ലാക്ക് ആൻഡ് ബ്ലൂ അല്ലേ, കറുത്ത് കരുവാളിച്ചിറങ്ങി നീലിച്ചു പോയി, പരിക്കേറ്റ് നീരിക്കുക, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. 29 കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ്ലി ആൻഡ് ദ മാനേജർ ഇൻസിസ്റ്റഡ് ദാറ്റ് അഗ്രിമെന്റ് മസ്റ്റ് ബി മെയ്ഡ്. അഗ്രിമെന്റ് എങ്ങനെ ഉണ്ടാക്കണം? In black and white. Option D. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താ? എഴുതപ്പെട്ട രൂപത്തിൽ, റിട്ടൺ ഫോം അല്ലേ? Yes. ഓക്കെ. ഭവ്യ, ടു പുട്ട് ഡൗൺ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. Right. D. പുട്ട് ഡൗൺ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവിടെ പുട്ട് ഡൗൺ എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് ശരിക്കും വന്നത്. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ റൈറ്റ്, എഴുതുക കേട്ടോ. എങ്ങനെ എഴുതണം? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അവിടെ പുട്ട് ഡൗൺ ആണ് ശരിക്കും അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇഡിയം ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ Black sheep. കുടുംബത്തിന് Bad reputation. അപ്പോൾ ബ്ലാക്ക് ഷീപ്പ് ഇങ്ങനെയും ചോദിക്കും, ബാഡ് റെപ്യൂട്ടേഷൻ. ഇത്രയും ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ മുടുക്കന്മാർ. ഇനി ഞാൻ അടുത്ത വൊക്കാബുലറിയിലേക്ക് കിടക്കാണ്. എല്ലാവരും അവിടെ തന്നെ നിൽക്കും. ഇനി പെട്ടെന്ന് തീരും, ഡോണ്ട് വറി. ആരും എവിടെയും പോകരുത്, വെയിറ്റ് ചെയ്യൂ. ഇപ്പൊ നമ്മൾ ഇഡിയം കഴിഞ്ഞു. ഇനി നമുക്ക് വൺ വേർഡിലേക്ക് പോകാം. ആരോ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. രഞ്ജിനി സ്റ്റേജിലേക്ക് വരാനേ പറ്റുന്നില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു 4 ക്ലാസ് കൊണ്ട് തീർക്കാനാണ് വൺ വേർഡ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസ് ആണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് നോക്കാം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആദ്യം വൺ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തരാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടണമെങ്കിൽ ഈ ലിസ്റ്റ് നിങ്ങൾ പഠിക്കണം. ഞാൻ ആദ്യം നിങ്ങൾക്ക് തരുന്ന വേർഡ് ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. വൺ ഹു ഹെൽപ്സ് ദ പുവർ ആൻഡ് ദോസ് ഇൻ നീഡ്. പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നയാളെയാണ് ഫിലോന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. പരസഹായിയായിട്ടുള്ള ആളാണ് ഫിലാന്ത്രോപ്പിസ്റ്റ്. വൺ ഹു ഈസ് എൻഗേജ് ഇൻ ചാരിറ്റബിൾ വർക്കുകൾ ചെയ്യുന്ന, പരസ്പര സ്നേഹിയായിട്ടുള്ള, മറ്റുള്ളവരോട് എന്താ പറയുക സഹതാപമുള്ള ആളാണ് ഫിലാന്ത്രോപ്പിസ്റ്റ്. മനുഷ്യസ്നേഹി. എന്താണ് ആദം ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു വട്ടം കൂടെ ഒന്ന് പറഞ്ഞു. ഫിലാന്ത്രോപ്പിസ്റ്റ് മനുഷ്യസ്നേഹി. എന്താണ്? മനുഷ്യസ്നേഹി. ഓക്കെ. വൺ ഹു ഹെൽപ്സ് ദ പുവർ ആൻഡ് ദോസ് ഇൻ. യെസ്, വൺ ഹു ഹെൽപ്സ് ദ പുവർ ആൻഡ് ദോസ് ഇൻ നീഡ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നയാള്. ഈ ആന്ത്രോ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ആണ് കേട്ടോ. ആന്ത്രോപോളജി എന്ന് കേട്ടില്ലേ? നരവംശാസ്ത്രം, മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ ആന്ത്രോപോളജി. ആന്ത്രോ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നരവംശാസ്ത്രം. ആന്ത്രോ ഹ്യൂമൻ കേട്ടോ. ആന്ത്രോ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ. എന്നാൽ ആന്തോ എന്ന് പറഞ്ഞാൽ ആന്തോളജി, ആന്തോ ഫ്ലവർ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആന്തോ ഫ്ലവർ, പൂവ്. ആന്ത്രോ മനുഷ്യൻ. അപ്പോൾ ഫിൽ എന്ന് പറയുന്നത് എപ്പോഴും ഗുഡ്, നല്ലതിന് മാത്രം സൂചിപ്പിക്കുന്നതാണ് ഫില്ല് എന്തിനെ സൂചിപ്പിക്കുന്നു? വാദം നല്ലതിന്, ഗുഡ് കേട്ടോ. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് മിസ്സാണ്, ബാഡ്. ഫിലാന്ത്രോപ്പസിന്റെ ഓപ്പോസിറ്റ് മിസാന്ത്രോപ്പിസ്റ്റ് ആണ്. മനുഷ്യ വിരോധിക്ക് എന്താ പറയാ? മിസാന്ത്രോപ്പിസ്റ്റ്. ഇവിടെ നോക്കിയോ, മിസാന്ത്രോപ്പിസ്റ്റ് കേട്ടോ. വൺ ഹു ഹേറ്റ്സ് ഹ്യൂമൻ.
മനുഷ്യനെ വെറുക്കുന്നവന്റെ പേരാണ് മിസാന്ത്രോപ്പിസ്റ്റ്. വൺ ഹു ലവ്സ് ഹ്യൂമൻ കൈൻഡ്, മനുഷ്യനെ സ്നേഹിക്കുന്നവന്റെ പേരാണ് ഫിലാന്ത്രോപ്പിസ്റ്റ്. ഇനി അടുത്തത് സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ്, മൗണ്ടെയിനെ കുറിച്ച്, പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി. ഒന്ന് പറഞ്ഞേ. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി. ഓറോളജി. എ മൂവ്മെന്റ് പെർഫോംഡ് വിത്ത് കെയർ ആൻഡ് സ്കിൽ, അതായത് തന്ത്രം എന്ന മലയാളമല്ലേ തന്ത്രം, പെർഫോംഡ് വിത്ത് നല്ല സൂക്ഷ്മമായിട്ടുള്ള മൂവ്മെന്റ്, ദാറ്റ് ഈസ് മെനൂവർ. മെനൂവർ ഒന്ന് പറഞ്ഞ ആദം. മെനൂവർ. മെനൂവർ. ഈ മെനൂവർ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് വൺ വേർഡിലല്ല ചോദിച്ചിട്ടുള്ളത്, മിസ്പെൽറ്റിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് മെനോ, ഇ യു വർ, മെനൂവർ. മനോ ഇ യു വർ എന്നങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മനോ ഇ യു വർ, മനോവർ, മനൂവർ. ഓക്കെ, ഭവ്യ മനൂവറിന്റെ സ്പെല്ലിംഗ് പറ. MANOEUVRE. ഗുഡ് ഗുഡ്. അപ്പൊ ഫിലാന്ത്രോപ്പിസ്റ്റ് ഓറോളജിയും മനൂവറും. ഓറോളജി എന്ന് പറഞ്ഞാൽ എന്താ ഭവ്യ? Study of mountain. മൗണ്ടെയിൻ അല്ലേ, വലിയ മൗണ്ടെയിൻസിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് ഓറോളജി, മൗണ്ടെയിൻ ഓറോളജി. ഇനി അടുത്തത് സ്റ്റഡി ഓഫ് ദ ആൻഷ്യന്റ് റൈറ്റിംഗ്സ് ആൻഡ് സ്ക്രിപ്റ്റ്സ്, പാലിയോഗ്രഫി. പാലിയോ എന്ന് പറഞ്ഞാൽ തന്നെ ആൻഷ്യന്റ് ആണ്, ഓൾഡ് ആണ്. പാലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ് ഭവ്യ? Study of ancient written and scriptures. പഴയകാല ലിഖിതങ്ങളില്ലേ, അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് പാലിയോഗ്രഫി. പാലിയന്റോളജിയെ കേട്ടില്ലേ, പഴയ കാലത്തെ കുറിച്ചുള്ള പഠനം പാലിയന്റോളജി. ഇത് പാലിയോഗ്രഫി. ഓക്കെ നസീറ, പാലിയോഗ്രഫി. നസീറ, പാലിയോഗ്രഫി. അടുത്ത പേഴ്സൺ ഹു സ്റ്റഡീസ് ബേർഡ്സ്, പക്ഷികളെ കുറിച്ച് പഠിക്കുന്നയാൾ എന്താണ്? ഓർണിത്തോളജിസ്റ്റ്. അപ്പൊ പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. പാറകളെ കുറിച്ചല്ല, മൗണ്ടെയിൻസിനെ കുറിച്ചുള്ള പഠനം ഓറോളജി. നേരത്തെ പഠിച്ചില്ലേ, ഓറോളജി. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി. ആൻഡ് സ്റ്റഡീസ് പക്ഷികളെ കുറിച്ച് ഓർണിത്തോളജി. ഓക്കെ, മനുഷ്യവംശത്തെ കുറിച്ചുള്ള പഠനം ആന്ത്രോപോളജി ട്ടോ. ഓക്കെ, മിസാന്ത്രോപ്പ്, വൺ ഹു ഹേറ്റ്സ് മാൻ, എ പേഴ്സൺ ഹു ഹേറ്റ്സ് മാൻ. മനുഷ്യനെ വെറുക്കുന്ന ആൾക്ക് എന്താ പറയാ? വേഗം പറ റസീന, സമയമല്ല. സോറി നസീറ. മിസാന്ത്രോപ്പ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഭവ്യ, എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഓഫ് കൺട്രി ഇൻ വിച്ച് വൺ പേഴ്സൺ ഹാസ് കംപ്ലീറ്റ് പവർ, ഒരാൾ ഭരിക്കുന്ന ഏകാധിപത്യം. ഓട്ടോക്രസി. ആൻ അറേഞ്ച്മെന്റ് ടു മീറ്റ് സംബഡി അറ്റ് എ പർട്ടിക്കുലർ ടൈം ആൻഡ് എ പ്ലേസ്, അതായത് ഒരു പ്രത്യേക സമയത്ത് കൂടിച്ചേരുന്ന മീറ്റിംഗ് പ്ലേസ്, മീറ്റിങ്ങിനുള്ള സ്ഥലം, മീറ്റിംഗ് സ്ഥലം. എന്താണ്? വായിക്കേ ഭവ്യ. ആദം വായിക്കേ. സാർ അത് വായിക്കാറിയില്ല. നസീറ. അത് വായിക്കുമ്പോൾ റണ്ടസ്പസ് എന്ന് വായിക്കുമെങ്കിലും അത് റണ്ടസ്പസ് എന്നല്ല, അതിന്റെ പ്രൊനൗൺസിയേഷൻ റോണ്ടിവു എന്നാണ്. എന്താണ്? റോണ്ടിവു. അതായിട്ട് ഒരു ബന്ധമില്ല അല്ലെ. ഇത് ശരിക്കും എഴുതി പഠിച്ചോളാം, പരീക്ഷയ്ക്ക് ചോദിക്കുക റണ്ടസ് ബസ്, പക്ഷെ അത് വായിക്കുന്നത് റോണ്ടിവു എന്നാണ്. റോണ്ടിവു മീറ്റിംഗ് പ്ലേസ് ആണ്, മീറ്റിംഗ് പ്ലേസ്. ഇനി ഓക്കെ, എന്താണ് നസീർ? അത് വായിക്കേ. റോണ്ടിവു. ഭവ്യ വായിക്കേ. റോണ്ടിവു. അടുത്ത സ്മോൾ ഷോപ്പ് ദാറ്റ് സെൽസ് ഫാഷനബിൾ ക്ലോത്ത്സ്. ഏതാണ് ഭവ്യ? ബൊട്ടീക്ക്. ഈ ബൊട്ടീക്കിന്റെ സ്പെല്ലിംഗ് പരീക്ഷയ്ക്ക് ചോദിക്കും. BOUTIQUE, ബൊട്ടീക്ക്. ഒന്ന് പറഞ്ഞേ. BOUTIQUE, ബൊട്ടീക്ക്.
വെരി ഗുഡ്. അതേപോലെ റോണ്ടിവൂന്റെ സ്പെല്ലിംഗ് പറ. RENDEZVOUS. അതേപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ് മനൂവർ. മനൂവറിന്റെ സ്പെല്ലിംഗ് പറ. MANOEU മനോ അല്ലെ, മനോ EUVRE. ഗുഡ്. ഓക്കെ, ലാസ്റ്റ് സ്ലൈഡ്, ഒരു സ്ലൈഡും കൂടെ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, ആദം, ഈസി ടു ക്യാരി ഓർ മൂവ്, നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. പോർട്ടബിൾ. വൺ ഹു ഇസ് ടു ആങ്ഷ്യസ് അബൌട്ട് ഹിസ് ഓൺ ഹെൽത്ത്, നമ്മൾ എപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? വാലറ്റ്യൂഡിനേറിയൻ. എന്താ? വാലറ്റ്യൂഡിനേറിയൻ. എപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലനായിരിക്കും, അങ്ങനത്തെ ആൾക്കാർ വാലറ്റ്യൂഡിനേറിയൻ. ഒന്ന് പറഞ്ഞ നസീറ. വാലറ്റ്യൂഡിനേറിയൻ. ഭവ്യ എന്ന് പറഞ്ഞേ. വാലറ്റ്യൂഡിനേറിയൻ. എന്താ ഈ വാലറ്റ്യൂഡിനേറിയൻ എന്ന് പറഞ്ഞ ഭവ്യ? ഹെൽത്തിനെ കുറിച്ച് എപ്പോഴും ആങ്ഷ്യസ് ആയിട്ട്. Yes, good. A person who always expects bad things to happen, എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ദോഷൈക ദൃക്കിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? Pessimist. There are some persons, their habit is to find the dark side of the things. They always find the dark side of things. They never think of the positive side of anything. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് പെസിമിസ്റ്റ് എന്നാണ്. ഓക്കെ, ഡോണ്ട് ബി എ പെസിമിസ്റ്റ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്തൊരു കാര്യം വന്നാലും അതിൻ്റെ നെഗറ്റീവായ വശം മാത്രമേ കാണൂ, അത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിച്ച് അത് പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു ഡിഫക്റ്റാണ് ഇത് പെസിമിസം എന്ന് പറയുന്നത്. പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ദോഷൈക ദൃക്കുകളായി മാറും. അപ്പോൾ പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആദം? സാർ, ഏത് കാര്യത്തിന്റെയും ദോഷം കാണുന്ന ആൾക്കാർ. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, എല്ലാത്തിന്റെയും പോസിറ്റീവ് വശങ്ങളെ മാത്രം കാണുന്ന, എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന ആൾക്കാരുണ്ട്, അവര് ഒപ്റ്റിമിസ്റ്റ്. പേഴ്സൺ ഹു ഓൾവേസ് എക്സ്പെക്ട്സ് ഗുഡ് തിങ്സ് ടു ഹാപ്പൻ. ഓക്കെ, ബ്രൈറ്റ് സൈഡ് മാത്രമേ കാണൂ, മറ്റൊരു ഡാർക്ക് സൈഡ് കാണും. അല്ല, വൺ ഹു ഫൈൻഡ്സ് ദ ഡാർക്ക് സൈഡ് ഓഫ് ദ തിങ് ഈസ് ആദം ഡാർക്ക് പെസിമിസ്റ്റ്. വൺ ഹു ഫൈൻഡ്സ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ദ തിങ്സ് ഒപ്റ്റിമിസ്റ്റ്. അത് ശുഭാപ്തി വിശ്വാസി, മറ്റേത് ദോഷൈക ദൃക്ക്. ഓക്കെ, ഇനി എ പേഴ്സൺ ഹു സ്റ്റഡീസ് ദ ഹ്യൂമൻ റേസ്, ആന്ത്രോപോളജിസ്റ്റ്. മനുഷ്യവർഗത്തെ കുറിച്ച് പഠിക്കുന്നയാൾ ആരാണ് ആദം? ആന്ത്രോപോളജിസ്റ്റ്. ഓക്കെ, കഴിഞ്ഞ് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ദിസ് ടൈം നസീറ, ചോദ്യം 1, വൺ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്സ്. ഏതാണ് ഓപ്ഷൻ? ABCD, ഏതാ ശരി? വേഗം പറഞ്ഞോ. ഫിലാന്ത്രോപിസ്റ്റ്. ആന്ത്രോപോളജിസ്റ്റ്, ഓപ്ഷൻ A ആണ് ശരി. അല്ല, സോറി, ഓപ്ഷൻ ഫിലാന്ത്രോപിസ്റ്റ്, ഓപ്ഷൻ B ആണ് ശരി. മനുഷ്യ സ്നേഹിനെ നമ്മൾ വിളിക്കുന്നത് ഫിലാന്ത്രോപിസ്റ്റ് എന്നാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത് 2, സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് ഇസ് ടേംഡ് ആസ്. നസീറ പറ, മൗണ്ടെയിൻസിനെ കുറിച്ചുള്ള പഠനം. 2023 വന്ന ചോദ്യമാണ്. ഓർണിത്തോളജി ആണോ? ഓറോളജി. പതോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള രോഗനിദാന ശാസ്ത്രം, ദാറ്റ് ഈസ് പതോളജി. ഓർണിത്തോളജി സ്റ്റഡി ഓഫ് ബേർഡ്സ്. ജീനോസൈഡ് കില്ലിംഗ് അല്ലേ, മാസ് കില്ലിംഗ് ആണ്, ഒരുപാട് പേരെ വംശഹത്യയാണ് ജീനോസൈഡ്. സൈഡ് എന്ന് പറഞ്ഞ കില്ലിംഗ് ആണ് കേട്ടോ. ഓക്കെ നസീറ, അടുത്തത് ദ വൺ വേർഡ് ഫോർ എ മൂവ്മെന്റ് ഓർ സീരീസ് ഓഫ് മൂവ് റിക്വയർസ് സ്കിൽ ആൻഡ് കെയർ. തന്ത്രം, സൂത്രം. ഏത് മനോവറാ? ഓപ്ഷൻ സി. തെറ്റി, മനോയാണ്. മനോ. ഡി ആണ് ശരി കേട്ടോ. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോ 2022 ചോദിച്ചാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ goes to Bhavya. The study of ancient writings and scriptures is called. Ancient writing first one paleography. അല്ലേ? ആൻഷ്യന്റ് എന്ന് കേട്ടാൽ തന്നെ പാലിയോഗ്രഫി. ഗ്രഫി എന്ന് പറഞ്ഞ എഴുത്ത്, പാലിയോഗ്രഫി.
ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡോക്ടർ സലീം അലി, എ നാച്ചുറലിസ്റ്റ് ആൻഡ് എൻ എക്സ്പെർട്ട് ഓഫ് ബേർഡ്സ്. ഫൈൻഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അണ്ടർലൈൻഡ് സെറ്റ് ഓഫ് ദി വേർഡ്സ്. എക്സ്പെർട്ട് ഓൺ വേർഡ്സ്. ഓർണിത്തോളജിസ്റ്റ് ആണ്. യെസ്, ഓർണിത്തോളജിസ്റ്റ്. ഓപ്ഷൻ എ. എ. ആരാണ് ഒഫ്താൽമോളജിസ്റ്റ്? കണ്ണ് അല്ലെ, കണ്ണിനെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സാണ് ഒഫ്താൽമോളജിസ്റ്റ്. ഓർത്തോഡന്റിസ്റ്റ്, ഡെന്റിസ്റ്റ് ദന്തം, പല്ല് അല്ലെ. ഫിലാന്ത്രോപ്പിസ്റ്റ് മനുഷ്യ സ്നേഹി. ഹ്യൂമൻ അല്ലെ, മനുഷ്യ സ്നേഹി. വരുന്നു. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറ. A person who hates and avoid other peoples. മിസാന്ത്രോപ്പ്. മിസാന്ത്രോപ്പ്. സ്കൂളിൽ നിന്ന് വന്നതാ. ആളുണ്ട് അവിടെ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പേഴ്സൺ ഹു ഹേറ്റ്സ്, മനുഷ്യനെ വെറുക്കുന്നയാള്, ആന്ത്രോപോളജിസ്റ്റ് ആണോ? അല്ല, മിസാന്ത്രോപ്പ്. ഫിലാന്ത്രോപ്പിസ്റ്റ് ആണോ? അല്ല, മിസ് ആണ്. എപ്പോഴും വെറുപ്പ്, നെഗറ്റീവ് മീനിങ്, മിസ് ആണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഏതാണ് ശരിയുത്തരം? ഡി. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആദം. എ ഗവൺമെന്റ് റൺ ബൈ ഡിക്റ്റേറ്റർ ഇസ്? Autocracy. Option A. Autocracy. Okay, autocracy. അടുത്തത്, what is the single word for a meeting place? Sir, option C. Rendezvous അല്ലെ, rendezvous. ഒമ്പതാമത്തെ ചോദ്യം, a small shop that sells fashionable clothes. Boutique. Option D. Boutique. Choose the best one word substitution for the underlined phrase. Instance, we have bought a new sewing machine that can easily be carried anywhere. Portable. Option B. Portable. Portable അല്ല, portable. 11. Dr. Salim Ali was a naturalist and an expert in birds. ഏതാ? ഇവിടെ ഇത് സ്പെല്ലിംഗ് തെറ്റായിരിക്കും അല്ലെ, OR ആണ്. ഓക്കെ. ഓപ്ഷൻ എ, ഓർണിത്തോളജിസ്റ്റ്. ഓക്കെ. 12. എ വാലറ്റ്യൂഡിനേറിയൻ എന്ന് പറഞ്ഞ ആരാണ്? ഓപ്ഷൻ ബി, who is too anxious about his own health. One who is too anxious about his health. 13. A person believes that the worst will happen. എപ്പോഴും മോശം കാര്യം സംഭവിക്കുന്നു പറയുന്ന ആരാണ്? പെസിമിസ്റ്റ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നസീറ. What best describes an optimist? നസീറ പോയ? ഭവ്യ. A person who tends to be hopeful and confident about the future. B option. ബി ആണ് ശരി അല്ലേ, ഓപ്ഷൻ ബി. വെരി ഗുഡ്. ഭാവിയെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്നയാള്. 15ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ആന്ത്രോപോളജി? Anthropologist study the human race, especially its origin. Studying the human race, especially its origin. മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആളാണ് ആന്ത്രോപോളജിസ്റ്റ്. അപ്പോഴേ നമുക്ക് 3 വൊക്കാബുലറി നമ്മൾ ഇത്രയും പഠിച്ചു.